ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ശ്രീഹരയേ നമഃ ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം, നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ, ജയ് ജയ് ശ്രീ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ഇന്ന് അതിവിശിഷ്ടമായ ഒരു ദിവസം കൂടിയാണ്. നമ്മുടെ അക്ഷയതൃതീയ, മുഖം കാണിലെത്തി ഇങ്ങനെ നീങ്ങിയിരുന്ന നമ്മുടെ ഇന്ന് അക്ഷയതൃതീയാണ്. വൈശാഖ മാസത്തിൽ തുടങ്ങിയിട്ട് കഴിഞ്ഞ വൈശാഖത്തിന് മുന്നിലുള്ള വൈശാഖത്തിലാണ് നമ്മൾ ഓരോ ഗൃഹങ്ങളിലും ഇതുപോലെ നാമജപമൊക്കെ ആയിട്ട് നാമജപം തുടങ്ങിയത്. ഇവിടെ അത് ആ നാമജപം തുടങ്ങി അധികം വൈകാണ്ട് തന്നെ സപ്താഹം ഉണ്ടായി. അതൊരു ഭാഗ്യമാണ്. അപ്പം ഇത്തവണത്തെ ആദ്യത്തെ ഒരു ഗൃഹത്തിൽ നടത്തുന്ന ആദ്യത്തെ ഒരു യജ്ഞമാണ് ഇത്. അപ്പോൾ എപ്പോഴും വീണ്ടും പറയുകയാണ്, ഈ യജ്ഞം നടത്താൻ എൻ്റെ വീട്ടിൽ പറ്റുമോ എന്ന് ആരും വിചാരിക്കേണ്ട. ഏതെങ്കിലും നിവർത്തി നിന്ന് ജപിച്ചിട്ടായാലും വേണ്ടില്ല, ഏതെങ്കിലും നിവർത്തി ഉണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വിശിഷ്ടം. കാരണം ആ ഭഗവാന്റെ നാമം ജപിക്കാൻ ഇഷ്ടമുള്ളവർ വന്നിരുന്ന് നാമം ജപിക്കാൻ വെച്ചാൽ ഏതെങ്കിലും പ്രകാരത്തിൽ നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങളോ ജന്മദുരിതങ്ങളോ ഉണ്ടെങ്കിൽ ആ ഗൃഹത്തിൽ നിന്ന് അത് ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നാമജപം ഒരു കാര്യം പറഞ്ഞിട്ടും വേണ്ട,
പച്ചവെള്ളം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും അത് സങ്കല്പം സത്യമായാൽ മതി. ഇപ്പം ഇന്നത്തെ തന്നെ ഒരു ദിവസം അക്ഷയ തൃതീയയുടെ ദിവസം ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യരുടെ അദ്ദേഹം കനകധാരാസ്തോത്രം രചിച്ചത് ഇന്നാണ്. അദ്ദേഹം ഭിക്ഷാദേഹിയായിട്ട് ഒരു ഗൃഹത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ അമ്മ, വയസ്സായൊരു മുത്തശ്ശിയാണ് അവിടെ ഉണ്ടായത്. ആ മുത്തശ്ശിക്ക് ദാരിദ്ര്യമാണ്, ആരും എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ അവിടെ വീട്ടുമുറ്റത്ത് ധാരാളം നെല്ലിക്കയുണ്ട്. അപ്പോൾ ആ നെല്ലിക്ക ഉണ്ടാവണ കാലത്ത് അമ്മ അതൊക്കെ പറക്കി ഉപ്പിട്ട് വയ്ക്കും. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ധാന്യങ്ങൾ കൊടുക്കുക, ചോറ് കൊടുക്കുകയൊക്കെ ചെയ്താൽ ഇത് കൂട്ടി കഴിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ. അപ്പോൾ 2-3 ദിവസമായിട്ട് അമ്മയ്ക്ക് ഈ നെല്ലിക്കയൊക്കെ തീർന്നു. അത് മാത്രമല്ല, ആഹാരവും കിട്ടിയിട്ടില്ല 2-3 ദിവസമായിട്ട്. അപ്പോഴും അമ്മ വിചാരിച്ചു, നന്നായി ആഹാരം അരി കിട്ടിച്ചാൽ അത് വേവിക്കണം, കഴിക്കണം, സമയം പോവല്ലേ. അപ്പോൾ ഇതൊന്നും ഇല്ലാച്ചാൽ അത്രയും നേരം ഈശ്വരോപാസന ആവാലോ, ഭഗവാന്റെ നാമം ജപിക്കാലോ എന്ന് വിചാരിച്ച് ഈശ്വരനാമം ജപിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറത്തു നിന്ന് ഒച്ച കേൾക്കണേ, ഭവതി ഭിക്ഷാം ദേഹി എന്നുള്ളത് കേൾക്കണേ. അവിടെ ചെന്ന് നോക്കുമ്പോൾ അതാ ഒരു അതീവ തേജസ്വിയായിട്ടുള്ള ഒരു സന്യാസി ഭിക്ഷയ്ക്ക് വന്നിരിക്കുന്നു. എന്താ ചെയ്യുക, ഒന്നുമില്ല, ആകെ വിഷമായി. അപ്പോഴാണ് അമ്മയ്ക്ക് സങ്കടമായി, ഒന്നുമില്ലല്ലോ, എന്താ കൊടുക്കുക. എന്നിട്ടെല്ലാം നോക്കിയപ്പോൾ ഈ നെല്ലിക്കയുടെ അടിയിൽ ഒരു നെല്ലിക്ക മാത്രം കിടക്കുന്നുണ്ട്. അപ്പം എന്ത് ചെയ്തു, സന്തോഷമായി. ഇതെങ്കിലും കൊടുക്കാൻ ഇവിടെ ഉണ്ടായല്ലോ, ഇതും കൂടി ഇല്ലെങ്കിലോ എന്നാണ്. ഇതല്ലേ ഉള്ളൂ എന്നല്ല അമ്മ വിചാരിച്ചത്, ഇതെങ്കിലും എനിക്ക് കൊടുക്കാൻ സാധിച്ചുല്ലോ. ഇതും ഇല്ലാച്ചാൽ ഞാൻ എന്ത് ചെയ്യും. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ആ അമ്മയ്ക്ക് സന്യാസിമാരെ പറ്റി നന്നായിട്ട് അറിയാം. അവരൊരിക്കലും കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ്. അയ്യോ ഇതേ ഉള്ളൂ എന്ന് ചോദിക്കണവരില്ലേ, നമുക്കേ തോന്നുള്ളൂ. നമ്മളെ പോലെയുള്ളവരാ ചെന്നുവെച്ചാൽ ഒരു നെല്ലിക്ക തന്നേക്കണു ഉപ്പിലിട്ടത്, ഇതേ ഉള്ളൂ എന്ന് ചോദിക്കും. പക്ഷെ അവരങ്ങനെയല്ല, അത് തന്നെയാണ് അവർക്ക്, അത് തന്നെ മതി. അങ്ങനെ ആ കൊടുക്കുന്നത് വളരെയധികം ആത്മാർത്ഥമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മതി. അതുകൊണ്ട് അവരുടെ വിശപ്പടങ്ങും എന്നുള്ളതാണ്. അപ്പം ആ അമ്മ സന്തോഷത്തോടു കൂടി അത് കൊണ്ടുവന്ന് ആ സന്യാസിയുടെ കയ്യിൽ കൊടുത്തു. അപ്പം ശ്രീശങ്കരൻ അത് കണ്ടിട്ട് അവിടെ നിന്നിട്ട് അമ്മയുടെ ആ ദാരിദ്ര്യം അറിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഉറക്കെ സാക്ഷാൽ ആദിപരാശക്തിയെ സ്മരിച്ചുകൊണ്ട് കനകധാരാസ്തവം അവിടെ നിന്നിട്ടാണ് അത്ര ഉറക്കം ജപിച്ചു. അപ്പോൾ ആ നെല്ലിമരത്തിൽ നിന്ന് സ്വർണ്ണ നെല്ലിക്കകൾ വീഴാൻ തുടങ്ങി എന്നാണ് പറയണേ. ആ അമ്മയുടെ ആ ദാരിദ്ര്യമൊക്കെ അങ്ങനെ തീർന്നു, ആ സ്വർണ്ണ നെല്ലിക്കകൾ വീഴാൻ തുടങ്ങി എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കും എന്നൊന്നുമില്ല, എന്ത് കൊടുത്താലും കൊടുക്കുന്നതിൻ്റെ ആത്മാർത്ഥത എന്തുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും വേണ്ടില്ല, അത് വിചാരിച്ചിട്ട് നമ്മൾ നാമജപത്തിന് ഇനിയിപ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ ഇങ്ങനെ പറ്റില്ലല്ലോ എന്നൊന്നും വിചാരിച്ച് ഒഴിവാക്കണ്ട. എല്ലാവരും ഈ ഒരു മാസക്കാലം ഓരോ ഗൃഹത്തിലും ഓരോ സത്സംഗം അങ്ങനെയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം അത്രയും ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അക്ഷയ തൃതീയ. പിന്നെ ഇന്നാണ് ബലരാമസ്വാമിയുടെ പിറന്നാളും ഇന്നാണെന്നാണ് പറയുന്നു. ബലായ ബലഭദ്രായ, എല്ലാവരും ചൊല്ലു, ബലായ ബലഭദ്രായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ദേവതീപതയേ നമഃ. എന്തിനാ കരയണേ? കരയണ്ടാട്ട കണ്ണ, കരയിപ്പിക്കണ്ട. ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ കരച്ചിൽ కొంచెం കൊടുത്തു നോക്കിക്കോളൂ, ഒന്നും കൂടി ആവാം. കാരണം എല്ലാവരുടെ ശ്രദ്ധയും അങ്ങോട്ട് തിരിഞ്ഞു, അതുകൊണ്ടാണ്. അവിടെ ഇരുന്നോളൂ. ബലായ ബലഭദ്രായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ദേവതീപതയേ നമഃ. ഈയൊരു ധ്യാന ശ്ലോകം
ആദ്യമായിട്ട് വൃന്ദാവനത്തിൽ പോയപ്പോൾ, ഞാനിപ്പോൾ ഈ നിമിഷം അത് അനുസ്മരിക്കുകയാണ്. ആദ്യമായിട്ട് വൃന്ദാവനത്തിൽ പോയപ്പോൾ അവിടെ ഒരു ബലഭദ്രസ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ എഴുതി വെച്ചതാണ്. അത് ഞങ്ങളെ ഇതുപോലെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തിരുമേനി പിന്നെ അന്നത്തെ ദിവസം മുഴുവനും ഇതുപോലെ പറഞ്ഞു തന്നു. ഞങ്ങളത് ഏറ്റുചൊല്ലി ആ ഒരു ദിവസം കൊണ്ട് അതിങ്ങനെ മനപ്പാടാക്കി തന്നു. ആ ഒരു സമയം ഇവിടെ അനുസ്മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ പാദത്തിൽ നമസ്കരിക്കുകയാണ്. കിഴക്കേടം ഹരിനാരായണൻ തിരുമേനിയും കിഴക്കേടം മുരളിയേട്ടനുമാണ് അന്ന് ഞങ്ങളെ കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അവരുടെയൊക്കെ പാദങ്ങളിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കണം. ഇതെന്താ പറഞ്ഞു വെച്ചാൽ ഓരോ സത്സംഗങ്ങളും നമുക്ക് ഓരോന്ന് മനസ്സിലാക്കി തരികയാണ് ചെയ്യണത്. അപ്പം അതുകൊണ്ട് അത് സാധിക്കുന്നതും നമ്മൾ ആ സത്സംഗത്തിനെ എതിർക്കാണ്ടിരിക്കുക. അവിടെ ഇരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പറയാം. ഇനി ഇവിടെ വർത്തമാനം പറയാൻ പാടില്ല. ഭഗവാന്റെ കഥ പറയുമ്പോൾ ആ കഥ കേൾക്കാൻ ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ വേറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ശരിക്ക് കേൾക്കാൻ പറ്റില്ല. അത് എടുത്തു വെച്ചോളൂ, പറയണ്ട, എടുത്തു വെച്ചാൽ മതി. അപ്പോൾ ആ ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. അപ്പോൾ ആ സാന്നിധ്യം ഭഗവാന് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ നമുക്ക് അത് ചെയ്യാം. സത്സംഗത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനു മുമ്പ് എന്തോ ആയിക്കോട്ടെ, ഭഗവാന്റെ അതിനു മുമ്പ് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ പൂവോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചാൽ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പോൾ അത് ആരെങ്കിലും കണ്ടാൽ അവരെടുത്ത് അത് ഭഗവാന് സമർപ്പിക്കുക. അങ്ങനെ ചെയ്താൽ മതി. അറിവ് നമുക്ക് അതിനെ പറ്റിയിട്ട് നമ്മൾ സത്സംഗത്തിലൊന്നും നമുക്ക് അറിവില്ല. നമ്മളങ്ങനെ പോയി ഇരിക്കലൊന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതുകൊണ്ടാണ് അത് പറയണത്. അപ്പോൾ അക്ഷയ തൃതീയയുടെ ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ ഇത് ഇന്ന് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലം അക്ഷയമാണ്. എന്നുവെച്ചാൽ ഒരിക്കലും നശിക്കില്ല. ഇന്ന് രാവിലെ ഉള്ള സത്സംഗത്തിൽ എന്നും 5:30 ലൈവായിട്ട് ഇപ്പോൾ സത്സംഗം ഉണ്ട്. എന്നും 5:30ക്കും 6 മണിക്ക് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി പറയുകയാണ്. കാരണം എല്ലാവർക്കും അത് കേൾക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഈ അക്ഷയമായ പുണ്യം, ഇന്നത്തെ പുണ്യം എന്നല്ല, ഇന്നത്തെ കർമ്മം, അതായത് മനസ്സാ വാചാ കർമ്മണ എന്നുണ്ടല്ലോ നമ്മൾ. അപ്പം മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്യുന്ന ഇന്നത്തെ എല്ലാത്തിൻ്റെയും ഫലം അക്ഷയമാണ്. അക്ഷയം ക്ഷയിക്കാത്തത് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയാണ്. അത് ഇന്ന് ചെയ്യുന്നതിനെ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ എന്തോ ആവട്ടെ, ഇന്ന് ചെയ്യുന്നതിൻ്റെ ആ ഫലം അത് ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. ഭഗവാന്റെ അടുത്ത് ഡെപ്പോസിറ്റായി. പിന്നെ അതിൻ്റെ പലിശ ഭഗവാൻ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും നമുക്ക്. ആ പലിശ ആണ് നമ്മൾ ഉപയോഗിക്കണേ. അപ്പോൾ അത് നല്ലതായാലും അതിൻ്റെ പലിശ ഉണ്ടാവും, ചീത്തയായാലും അതിൻ്റെ പലിശ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കഴിയുന്നതും അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങൾ ഒഴിവാക്കുക. മറ്റുള്ളവരുടെ പറ്റിയിട്ടുള്ള പരാമർശങ്ങളോ കാര്യങ്ങളോ, കാരണം അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. നമ്മൾ പറയുന്നത് ഞാൻ ശരിയാണ് പറഞ്ഞത്, ഞാനുള്ള കാര്യമാണ് പറഞ്ഞത് എന്നുള്ളത് പറയും. മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വാക്കുകൾ പറയാണ്ടിരിക്കുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവണ വാക്കുകൾ പറയാണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഇരിക്കണം എന്ന് വെച്ചാൽ എന്ത് വേണം? വെറുതെ അങ്ങനെ ഇരുന്നാൽ അങ്ങനെ ആവില്ല. ചിലപ്പോൾ നാവ് കൊണ്ട് മിണ്ടാണ്ടിരുന്നാലും മനസ്സുകൊണ്ട് പലതും ചിന്തിച്ചു പോകും. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം ആരുടെയും മനസ്സ് വിഷമിപ്പിക്കാണ്ട് നോക്കുക. അതിനു വേണ്ടി ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക ഒരു ദിവസം. അപ്പോൾ ഈ നാമജപത്തിൻ്റെ പുണ്യം ലഭിക്കുകയും ചെയ്യും, അക്ഷയമായ പുണ്യം ലഭിക്കുകയും ചെയ്യും. മറ്റുള്ളവർക്ക് മനസ്സ് പോകാണ്ടിരിക്കും. ഏതൊരു ജോലി ചെയ്യുമ്പോഴും ഈശ്വരനോട് മനസ്സ് ചേർത്ത് വെച്ച് നാമം ജപിച്ച് ഈശ്വരകഥകളെ അനുസ്മരിച്ച്, അതിനാണ് ഈ സമയത്തൊക്കെ ഈശ്വരകഥകൾ കേൾക്കൂ എന്നൊക്കെ പറയുന്നത്. സപ്താഹത്തിനൊക്കെ ചെന്നിരുന്ന ആ കഥകൾ കേൾക്കുമ്പോൾ അതിലാണ് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മളതൊക്കെ കേട്ട് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു കഥ കേട്ടു. അതായത് നെച്ചൂസ്വാമിയുടെ വാക്കുകളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കുറേ ഇങ്ങനെ കേൾക്കണ കാരണം ആരാ പറയണെന്നുള്ളത് ഓർമ്മയില്ല. അപ്പോൾ അതെന്താ വെച്ചാൽ ഒരു വേദപണ്ഡിതൻ ഇങ്ങനെ പറയാണ്. അപ്പോൾ അദ്ദേഹം പറയണു, അദ്ദേഹത്തിന് വേദം അറിയാം എന്നുള്ളൊരു ഭാവമാണ്. വേദമൊക്കെ നല്ലോണം അറിയാം. ശേഷാന്തജിയാന്ന് തോന്നുന്നു അദ്ദേഹമാണ് പറഞ്ഞത്. അപ്പോൾ വേദമൊക്കെ നല്ലോണം അറിയാം, വേദം പഠിച്ചു. എൻ്റെ വീട്ടിലെ തത്ത പോലും വേദം ചൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെയോ, അങ്ങനെ ഒരു തത്ത ഉണ്ടെങ്കിൽ എന്നാൽ അതിനെ കേൾക്കണമല്ലോ എന്ന് പറഞ്ഞ് അവിടെ ചെന്നു.
ആ തത്തയുടെ അടുത്ത് ചെന്ന് നിന്നിട്ട് തത്തയെ കൊണ്ട് വേദം ചൊല്ലാൻ പറഞ്ഞു. തത്ത വേദം നന്നായി പറയുന്നുണ്ട്. തത്തയ്ക്ക് വേദം എന്നും കേട്ട് കേട്ട് അത് പഠിച്ചു. അപ്പോൾ ശരി, ഇന്ന ഒരു കാര്യം കൂടി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ അടുത്ത് ഇവിടെ പൂച്ചയുണ്ടോ ചോദിച്ചു. ഇല്ല, അടുത്ത വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വേഗമായി ആ പൂച്ച എടുത്തുകൊണ്ടുവന്ന് ഈ തത്തയുടെ മുമ്പിൽ കൊണ്ടുവന്ന് പിടിച്ചു. അപ്പോഴേക്കും തത്തയ്ക്ക് പരാക്രമമായി. കാരണം പൂച്ചയ്ക്കും തത്തയെ കണ്ടപ്പോൾ അതിനെ പിടിക്കാനുള്ളൊരു വാഞ്ച. അപ്പം അതിൻ്റെ ആ ഒരു ശബ്ദവും ഇതൊക്കെ കണ്ടപ്പോൾ തത്തയ്ക്ക് പരിഭ്രമായി. അത് ചിറകിട്ട് അടിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനോട് വേദം ചൊല്ലൂ എന്ന് പറയുമ്പോൾ അത് വേദം ചൊല്ലണില്ല. എന്ത് ചെയ്തിട്ടും വേദം ചൊല്ലണില്ല. അപ്പോൾ അദ്ദേഹം ആ പൂച്ചയെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, ഇതുപോലെയാണ് നമ്മളൊക്കെ. നമ്മൾ നാമം ചൊല്ലണം. ഞാൻ നാമം ചൊല്ലും, എൻ്റെ വീട്ടിലുള്ളവർ നാമം ചൊല്ലും, എൻ്റെ കുട്ടികൾ നാമം ചൊല്ലുന്നു വരും. പക്ഷേ നമ്മളുടെ ആ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ, രോഗമാവട്ടെ ദുരിതമാവട്ടെ, എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടം വന്നാൽ നമ്മളാകെ പതറിപ്പോയി. അപ്പോഴും നമുക്ക് നാമം ജപിക്കാൻ സാധിക്കണില്ല. അപ്പം ഇതുകൊണ്ട് പ്രയോജനം വരണില്ല. ആ ഒരവസ്ഥയിൽ അങ്ങനെ നാമം ജപിക്കുകയല്ല വേണ്ടത്. അതുകൊണ്ടാണ് ശ്രദ്ധയോടുകൂടി ഒരേ കാര്യം തന്നെ നമ്മൾ 10 പ്രാവശ്യം കേൾക്കുമ്പോൾ ആ 10ാമത്തെ പ്രാവശ്യവും അതിലുള്ള ഒരു കാര്യം, നമുക്ക് വേണ്ട ഒരു കാര്യം നമ്മുടെ ഉള്ളിലേക്ക് എത്തണത്. അതുകൊണ്ടാണ് ആവർത്തിച്ച് കേൾക്കാൻ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ കേട്ടു, പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാവായിരിക്കും. കാരണം ശരിയാണ്, അത് എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. ഒരേ സപ്താഹത്തിൻ്റെ CD തന്നെ എന്നും കേട്ടുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കേൾക്കും, എന്നും കേൾക്കും. ഇടയ്ക്ക് ചില ഭാഗങ്ങൾ കേൾക്കുമ്പോൾ അത് ആദ്യമായിട്ട് കേൾക്കണം പോലെ തോന്നും. ചിലപ്പോൾ നമുക്ക് വേണ്ട ഒരു ഉത്തരം, അപ്പം അത്ര ദിവസം കേട്ടപ്പോൾ ആ ഉത്തരം നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവില്ല. അപ്പം നമുക്കത് ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണമെന്നാണ്. ശ്രദ്ധയുള്ളവനെയാണ് ഈശ്വരനെ അറിയാനും അനുഭവിക്കാനും പറ്റുള്ളൂ. നാമം ജപിക്കുമ്പോഴും ശ്രദ്ധ വേണം. കഥ കേൾക്കുമ്പോൾ മാത്രമല്ല, എല്ലാം ശ്രദ്ധയോട് കൂടിയിട്ട്, എല്ലാത്തിലും ശ്രദ്ധ. ആ ശ്രദ്ധ എന്തിനോടാവണം? ഈശ്വരനോടാവണം. ഈശ്വരനിൽ ശ്രദ്ധ എപ്പോഴും ഉണ്ടാവണം. അത് വിട്ടുപോകരുത്. അത് നമ്മളിൽ നിന്ന് ആ ശ്രദ്ധ, ഈശ്വരനിൽ നിന്ന് ശ്രദ്ധ പോകുമ്പോഴാണ് നമുക്ക് ഞാൻ ചെയ്യണമെന്നുള്ള ഭാവങ്ങളും അഹങ്കാരങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇന്നത്തെ ദിവസം കഴിയുന്നതും, ഇന്നത്തെ ദിവസം എന്നല്ല, ഈ വൈശാഖം തന്നെ പുണ്യമാസമാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ അക്ഷയതൃതീയക്ക് ഇങ്ങനൊരു കാര്യം കൂടിയുണ്ട്. അക്ഷയമായ ഫലമാണ് അതിന്. അതിപ്പോൾ ഏതൊരു ഭാവത്തിലാണെങ്കിലും അതിന്, ഏത് ഭാവമായാലും അതിന് അക്ഷയമായ ഫലമാണ്. അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞു. അപ്പം ഇങ്ങനെ എത്രയോ നമ്മൾ അറിഞ്ഞും അറിയാണ്ടും ഫിക്സഡ് ആയിട്ടുണ്ട്, നമുക്ക് അറിയില്ല. ഇത്ര കാലം എന്തൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് വീണുണ്ട് നമുക്ക് നിശ്ചയമില്ല. അപ്പം ഇനിയുള്ള കാലത്തെങ്കിലും, കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഭഗവത് നാമങ്ങൾ ചൊല്ലി ഇനി എത്ര നേരാമിരിക്കൂമിനി എന്ന് സത്യമോ നമുക്കേതും ഒന്നില്ലല്ലോ. നിർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു. അല്ലെ, അത്ര നേരാമിരിക്കുന്ന നേരത്ത് കീർത്തിച്ചിടുന്നതില്ല തിരുനാമം. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഓരോ നിമിഷവും നമ്മൾ ശ്രദ്ധയോട് കൂടിയിട്ട് ഇരിക്കണം. നമുക്കൊക്കെ നമ്മുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ അക്ഷയതൃതീയ എന്ന് പറഞ്ഞാൽ അന്ന് എന്ത് കിട്ടിയാലും അത് ഇരട്ടിയാവും, അതിന് നല്ലതാവും, ഐശ്വര്യം ഉണ്ടാവും, ധനം കിട്ടിയാൽ നല്ലതാണ്, സ്വർണം വാങ്ങിയാൽ നല്ലതാണ്. ഒന്നുമല്ല കേട്ടോ. എത്ര ദാനം ചെയ്യാൻ പറ്റുന്നു അതാണ് വേണ്ടത്. ജലം, ദാഹിക്കുന്നവർക്ക് ജലം ദാനം ചെയ്യാം, വസ്ത്രം ദാനം ചെയ്യാം, വിശറി ദാനം ചെയ്യാം, പിന്നെ പഴങ്ങൾ ദാനം ചെയ്യാം, ചെരുപ്പ് ദാനം ചെയ്യുക. അങ്ങനെ എന്തൊക്കെ നമ്മൾക്ക് സാധിക്കും എന്നുവെച്ചാൽ അതുകൊണ്ട് അത് ഈ പറഞ്ഞ പോലെ എങ്ങനെയാണോ ആ മുത്തശ്ശി ശങ്കരാചാര്യ സ്വാമികളുടെ മുമ്പിൽ ആ ഒരു നെല്ലിക്ക കൊണ്ടു കൊടുത്തത്, അതേ മനോഭാവത്തോടു കൂടിയിട്ട്, അത്രയും സമർപ്പണ ഭാവത്തോടു കൂടിയിട്ട് വേണം ദാനം ചെയ്യാൻ. ഈ ദാനം ചെയ്താൽ ഇതിൻ്റെ ഫലം എനിക്ക് കിട്ടുമെന്ന് പോലും വിചാരിക്കേണ്ട. ദാനം ചെയ്യാൻ സാധിച്ചുല്ലോ, ഈ വൈശാഖത്തിൽ എനിക്ക് ഇങ്ങനെ ദാനം ചെയ്യാൻ സാധിച്ചുല്ലോ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എന്നുള്ള ഒരു ഭാവത്തോടു കൂടി ദാനം ചെയ്യുക. അതിൻ്റെ എല്ലാ ഫലങ്ങളും ആരുടെ പാദത്തിൽ സമർപ്പിക്കുക? ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുക. പിഴയാകിലും പിഴകേടായെങ്കിലും തിരുവുൾഗാമരുൾഗ ഭഗവാനെന്ന് പറയണില്ലേ, അതുപോലെ എല്ലാം ഈശ്വരൻ്റെ പാദത്തിൽ സമർപ്പിച്ച് ചെയ്യാനായിട്ട് സാധിക്കണം നമുക്ക്. അപ്പം അങ്ങനെയുള്ള ആ ഒരു അവസ്ഥ
നമുക്ക് എല്ലാവർക്കും ആ ഒരു ഈശ്വരനെയാണ്. ഈശ്വരനെ വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് സമാധാനം ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. എത്ര വിഷമവും പ്രാരാബ്ധവും ഉള്ളതായാലും വേണ്ടിയില്ല. ആ സപ്താഹവേദിയിൽ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നിട്ട്, അത്രയും സങ്കടപ്പെട്ടിട്ട് ഞാൻ വരണില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇവിടെ വന്നിരുന്ന സമയം ഞാൻ എല്ലാം മറന്നു. എത്ര സമാധാനമായിട്ട് അത് കേട്ടത്. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഇരിക്കണ കിട്ടുന്ന സമാധാനം വീട്ടിൽ ചെല്ലുമ്പോഴേക്കും പോവുകയാണെന്ന്. അപ്പോൾ ആ ഈശ്വരൻ്റെ അടുത്ത് കെട്ടിയാൽ സമാധാനം ഉണ്ടാവും എന്നുള്ളൊരു സൂചന ഭഗവാൻ തന്നു. അപ്പോൾ ഏത് ദിക്കിലിരിക്കലും നമ്മുടെ നാവു കണ്ടതു ചൊല്ലി എന്നാകിലോ. ഈ വൈശാഖം തുടങ്ങിയപ്പോൾ മൂന്നാലുമുപ്പസം കൂടെ ഉണ്ട്. അതൊരു അനുഗ്രഹം പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ജ്ഞാനപ്പാനം ഒരു തവണ ചൊല്ലാം ഇവിടെ വെച്ചിട്ട് അങ്ങനെ മനസ്സിലാഗ്രഹിച്ചു. ആർക്കെങ്കിലും ഇവിടെ പുസ്തകം ഉണ്ടോ ജ്ഞാനപ്പാനില്ലേ? ഇല്ലെങ്കിൽ സാരല്ല, കേട്ടിരുന്നാൽ മതി. ഒരു തവണ ചൊല്ലാം. അത്ര നല്ല രീതിയിലൊന്നും അല്ലെങ്കിലും ഒരു തവണ വായിക്കാം, അത്രയേ ഉള്ളൂ. ആ ജ്ഞാനപ്പാനം വായിക്കാം. ഭഗവാൻ എന്തെങ്കിലും പറയാൻ തോന്നിച്ചാൽ പറയാം. ബാക്കി ഹരേരാമനാമം ജപിക്കാം. അങ്ങനെ ആ സത്സംഗം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഇവിടെ വന്നിരുന്ന് എന്ത് പറയാൻ തുടങ്ങുമ്പോഴും ആ മുത്തച്ഛനാണ് ഇത്. മുത്തച്ഛൻ കൂടെ ഉണ്ടായി ഈ വൈശാഖത്തിൽ. അതെന്താണെന്ന് അറിയില്ല. എപ്പോഴും എനിക്കത് ഇങ്ങനെ വല്ലാണ്ടൊരു അനുഭവമായിട്ട് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ ജ്ഞാനപ്പാനയുടെ പുസ്തകമാണ് എടുത്ത് കൊണ്ടുവന്നത്. ഇത് എടുക്കണം എന്ന് വിചാരിച്ച് പോയതല്ല. ഞാനത് എടുക്കണം എന്ന് വിചാരിച്ച് പോയതല്ല. അവിടെ ചെന്നപ്പോൾ ഉണ്ട് ഇത് ഇരിക്കണു. ഇത് കൊണ്ടക്കോളൂ എന്നിങ്ങനെ പെട്ടെന്ന് എൻ്റെ കയ്യിൽ വന്ന് പെട്ടതാണ്. അപ്പം ഞാൻ വിളിച്ചെന്നാൽ ഇത് വായിക്കാം എന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ നമുക്കിത് വായിച്ചിട്ട് സമർപ്പിച്ച് ഹരേരാമ ജപിച്ചിട്ട് നമുക്ക് സത്സംഗം സമർപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം രണ്ടാം ദിവസമാണ്. വൈശാഖത്തിലെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് ഭാഗ്യം ഉണ്ടായത് മുല്ലോർലി തേവരുടെ മുമ്പിൽ സത്സംഗത്തിൽ ഇരിക്കാൻ പറ്റി. രണ്ടാമത്തെ ദിവസം എന്താ ഇവിടെ പറ്റി. ഇനി അടുത്ത ദിവസം എവിടെയാണ് ആരാണ് നിശ്ചയിക്കണമെന്ന് വെച്ചാൽ ആരായപ്പോൾ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും അവിടെ അടുത്തുള്ളവരെയൊക്കെ വിളിക്കുക. 2-3 പേരായാലും നാമം ജപിക്കുക എന്നുള്ളത് അതൊരു യജ്ഞമായിട്ട് മുടങ്ങാണ്ട് ചെയ്യുക എന്ന് പറയണ്ടല്ലോ. എന്നും മുടങ്ങാണ്ട് ചെയ്യുക എന്നുള്ളത് ഒരു മുടക്കം വരുത്താണ്ട് നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കട്ടെ. ഭഗവാൻ അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് ജപിക്കാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. മനുഷ്യജന്മം സഫലമാവണമെങ്കിൽ എന്ത് വേണം? ഈശ്വരനാമം ജപിക്കണം. അതാണ് പറയണത്. എന്തിനാണ് ഈശ്വരനാമം ജപിക്കുന്നത്? ഈശ്വരനാമ ജപം കൊണ്ട് മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള ആ മനോമാലിന്യങ്ങളെ നീക്കാൻ സാധിക്കുള്ളൂ. പുറമേക്ക് എത്ര വൃത്തിയിലും വെളുപ്പിലും നടന്നു കഴിഞ്ഞു എന്ന് വിചാരിച്ചാലും ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇക്കാലത്ത് അറിയാം, രാവിലെ എഴുന്നേറ്റ് ഏറ്റവും നല്ല വാസന സോപ്പൊക്കെ ഇട്ട് കുളിച്ച് അതൊക്കെ കഴിഞ്ഞ് ഒന്ന് നടന്ന് അമ്പലത്തിലേക്ക് പോയി വന്നാൽ ആദ്യം കുളിക്കണം. അത്രയ്ക്കും വിയർപ്പായി, അതിൻ്റെ ദുർഗന്ധമായി. വീണ്ടും കുളിച്ചു. പിന്നെ അടുക്കളയിലൊന്ന് കയറി വന്നാൽ ആദ്യം കുളിക്കണം അല്ലേ? അപ്പം എത്ര കുളിച്ചാലും ആ ഒരു അവസ്ഥയിൽ നമുക്ക് വീണ്ടും വീണ്ടും ശരീരത്തിന് അഴുക്ക് ബാധിക്കുന്നു. ഇതുപോലെ തന്നെയാണ് മനോമാലിന്യങ്ങളും. അത് എപ്പോഴും ശരീരത്തിനേക്കാളും പെട്ടെന്ന് അഴുക്ക് ബാധിക്കുക മനസ്സിനെയാണ് അത്ര. കാമക്രോധാദി ലോപമോഹാദികളെ കൊണ്ട്, മതം, മാത്സര്യം തുടങ്ങി പലതിനെ കൊണ്ടും നമ്മുടെ മനസ്സ് എപ്പോഴും അചഞ്ചലമായിക്കൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ അഴുക്ക് ബാധിക്കും. അപ്പം മനസ്സിനെ എപ്പോഴും ശുദ്ധമാക്കണമെങ്കിൽ നാമം ജപിക്കുക തന്നെ വേണം. ആ മനസ്സിൽ എപ്പോഴും നാമം ജപിക്കുക. അതിനാണ് ഭഗവാൻ പറയണത് കലിസന്ധരണ ഉപനിഷത്ത് മന്ത്രം എന്ന് പറയുന്നത്. ആ കലിസന്ധരണ ഉപനിഷത്ത് മന്ത്രം സദാ ജപിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മുടെ മനോമാലിന്യങ്ങളെ നീക്കാൻ സാധിക്കും. പിന്നെ ഇതാ അവിടെ വന്നപ്പോൾ ഇവിടുത്തെ ആ മുത്തശ്ശി പറയണത് എന്താ? എപ്പോഴും ഞാൻ നാരായണ 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 എന്ന് ജപിക്കുന്നു. നാരായണ എന്നു സദാ ജപിച്ചാൽ പാപം കെടും, പശികെടും, വ്യസനങ്ങൾ തീരും അല്ലേ? അങ്ങനെയാണ് ആ ഭഗവാന്റെ നാമം എപ്പോഴും എന്താ? പാപം ഉള്ളതൊക്കെ നശിച്ചു പോവും,
വ്യസനങ്ങളൊക്കെ തീരും. മാത്രമല്ല അന്ത്യകാലത്ത് ആ ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിയും. ഭാഗവതത്തിൽ കഥ പറയണത് കേട്ടിട്ടുണ്ട്. എന്താ, ജഡഭരതൻ്റെ കഥ. അദ്ദേഹം തപസ്സൊക്കെ ചെയ്ത് എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സന്ധ്യാവന്ദനത്തിന് പോയപ്പോൾ ഒരു മാനിനെ ഒരു സിംഹം ഓടിപ്പിക്കുന്നത് കണ്ടു. ആ മാനെടുത്ത് ചാടിയപ്പോൾ ഗർഭിണിയായ സിംഹം ആ ചാട്ടത്തിൽ പ്രസവിച്ചു. ആ മാനിനെ സിംഹമല്ല, ആ മാൻ പ്രസവിച്ചു. മാനിനെ സിംഹം പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഈ പ്രസവിച്ച കുട്ടി വെള്ളത്തിൽ മുങ്ങിയും പൊങ്ങിയും വന്നിട്ട് ഈ സന്യാസിയുടെ കാൽക്കലേക്ക് വന്നപ്പോൾ വിചാരിച്ചു, ഇതെൻ്റെ അടുത്തേക്ക് വന്നത് ഇതിനെ രക്ഷിക്കേണ്ട നിയോഗം എനിക്കായിട്ടാവുമായിരിക്കും എന്ന് വിചാരിച്ച് അതിനെ എടുത്തു അങ്ങോട്ട് പുറത്തു വച്ചു. അത് കഴിഞ്ഞ് സന്ധ്യാവന്തനൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇനിയിപ്പോൾ അമ്മയെ ആ കൊന്നു തിന്ന സിംഹം കുറച്ച് കഴിഞ്ഞ് വന്ന് ഈ കുട്ടിയെ കൊന്നു തിന്നാലോ, ഇതിനെ ഇവിടെ കെട്ടി എങ്ങനെയാണ് പോവുക, അതിനെ രക്ഷിക്കാന്ന് വെച്ചു. അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അതിനൊന്നും കൊടുക്കാനില്ല. എന്താ കൊടുക്കുക? സന്യാസിയുടെ ആശ്രമത്തിൽ എന്തുണ്ടാവാനോ കൊടുക്കാനൊന്നും ഇല്ല കൊടുക്കാൻ. അപ്പോൾ എവിടുന്നോ ഒരു പശുവിനെ കൊണ്ടുവന്നു. ആ പശുവിൻ്റെ പാല് കറന്ന് ഇതിന് കൊടുക്കാൻ നോക്കി. അങ്ങനെ അതിനെ വേണ്ട വിധത്തിൽ ശുശ്രൂഷിച്ചു. എന്തിന് പറയണു, ഒരു കുഞ്ഞിനെ അമ്മ എങ്ങനെയാണോ ശുശ്രൂഷിക്കണേ അതുപോലെ ഈ മാനിനെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. നാമജപത്തിനും എന്തിനും എല്ലാം ഉപേക്ഷിച്ച്, എല്ലാ സംഘങ്ങളും ഉപേക്ഷിച്ച് കാട്ടിൽ വന്ന ആളാണ്. ഈ മാനിനോട് സംഘം വെച്ചപ്പോൾ ഈശ്വരനിൽ നിന്ന് അകന്നുപോയി. അങ്ങനെ പിന്നെ നാമം ജപിക്കാനിരിക്കുമ്പോഴൊക്കെ ഈ മാന എവിടെയാണ് പോയിണ്ടാവുക, അത് അകലേക്ക് പോവുമോ, അതിനെ വലതും പിടി. ഇത് തന്നെയാണ് ചിന്ത. നമ്മളും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ നാമം ജപിക്കുക, ഇന്നും ഞാൻ 1 മണിക്കൂർ നാമം ജപിക്കാനിരിക്കും. ആലോചിച്ച് നോക്കുക, ആ 1 മണിക്കൂർ നാമം ജപിക്കുന്ന സമയത്ത് മനസ്സ് ഭഗവാന്റെ അടുത്ത് തന്നെ ഉണ്ടോ? ആ ഭഗവാന്റെ രൂപത്തിൽ മനസ്സ് രമിക്കുന്നുണ്ടോ? ആ ഭഗവാന്റെ രൂപത്തിലാണോ ഇരിക്കണത്, അതോ മനസ്സ് പോകണ്ടോ? ചിലപ്പോൾ ഇവിടെയൊന്നും ഇല്ലാത്ത അകലെ കിടക്കുന്ന കുട്ടികളായിരിക്കും. അവരിപ്പോൾ എന്താ ചെയ്യുന്നുണ്ടാവുക, അങ്ങനെ ചെയ്യുന്നുണ്ടാവുക, ഇങ്ങനെ ചെയ്യുന്നുണ്ടാവുക. വെറുതെ ആവശ്യമുള്ള കാര്യം കൂടി ആവില്ല നമ്മൾ ആലോചിക്കുന്നുണ്ടാവുക. അതല്ലെങ്കിൽ എന്നോ നടന്ന ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ 5-6 കൊല്ലം മുമ്പ് നടന്നതാവും. നാമം ജപിക്കാനിരിക്കുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ വരിക. ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മകൾ തല്ലി വരിക. അപ്പം നാമം ജപിച്ചതിന് വെറുതെ നാവിന് വ്യായാമം പോലെ ആയി തീരെയല്ലേ ചെയ്യണത്. അപ്പോൾ ഇതും ധ്യാനിക്കാനിരിക്കുമ്പോൾ ഇതിനെ ഓർമ്മ വന്ന് ധ്യാനമൊക്കെ മുടങ്ങിപ്പോണു. അങ്ങനെ അവസാനം ഇപ്പോൾ ഈ മാൻകുട്ടി അങ്ങോട്ടോ പോയി. എവിടെ പോയി ഉണ്ടാവുക, അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് അതിനെ കാണാണ്ടായപ്പോൾ ഇദ്ദേഹത്തിന് വല്ലാത്ത വിഷമായി. അവസാനം മരണാസന്നനായിട്ട് കിടക്കുമ്പോൾ ആ പോയ മാൻ വീണ്ടും തിരിച്ചു വന്നു. മനുഷ്യൻ്റെ നമ്മുടെയൊക്കെ കഥകളാണ്. നമ്മൾ നമ്മുടെ മക്കളെ ഇതുപോലെ നോക്കി വളർത്തി ഉണ്ടാക്കി കൊണ്ടുവന്ന് അവർ ആ കല്യാണമൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലും പോകണു. ഈ മക്കളെ ആലോചിച്ച് മരിക്കാറാവുമ്പോൾ ഈ പ്രാണം പോവാറായിന്ന് ആരെങ്കിലുമൊക്കെ അറിയിക്കും. അപ്പോഴാവും അകലെ കിടക്കണ മക്കള് ഒരു ദിവസത്തേക്കൊക്കെ ലീവ് എടുത്തിട്ട് വന്ന് ഇങ്ങനെ നിൽക്കുക ചുറ്റും നിന്ന്. അപ്പോൾ അവരെ മുഖഭാവം കണ്ണീരൊക്കെ കാണുമ്പോൾ അയ്യോ ഇവർക്ക് എന്നോട് എത്ര സ്നേഹമുള്ള ഇവരെ ഇട്ടിട്ട് ഞാൻ പോണ്ടേന്ന് ആലോചിച്ച് നമ്മൾ കരയണു. അതുപോലെ ഈ മാനിനെ ചിന്തിച്ച് അദ്ദേഹം മരിച്ചു. അടുത്ത ജന്മം മാനായിട്ട് ജനിച്ചു. അപ്പോൾ നമ്മൾ എന്തിനൊക്കെയാണോ ആലോചിച്ച് മരിക്കണത് പിന്നെ അതൊക്കെ ആവാൻ വേണ്ടി വീണ്ടും ജനന മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് എന്താ വേണ്ട, അന്തേ നാരായണ സ്മൃതി. അവസാന കാലത്ത് നാരായണനെ ഓർക്കാൻ കഴിയണം അല്ലേ. മരണകാലത്ത് ഭവൽ സ്വരൂപത്തെ മരതകവർണ്ണ തെളിഞ്ഞു കാണണം. മുരളിനാദമാം അമൃതുകൊണ്ടെൻ്റെ മരണസങ്കടം അകറ്റിടേണമേ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഗുരുവായൂരപ്പ. ആ ഭഗവാനോട് എന്താ പറയണ, അവസാനം അങ്ങയുടെ രൂപം കാണാൻ സാധിക്കണേ എന്താ പ്രാർത്ഥിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നാമം ജപിക്കാൻ പറയുന്നത്. അപ്പോൾ നരജന്മം സഫലമാക്കിയിടാൻ എന്താ വേണ്ടത്, നാമം ജപിക്കുകയാണ് വേണ്ടത്. ഈ പെരിയാതെ ഇരിക്കണം നരജന്മം സഫലമാക്കിയിടാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ നാമം ജപിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങളാണ് ബാക്കിയുള്ളത് മുഴുവനും പറയണത്. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല,
ഇന്നി കണ്ടതടിക്കു വിനാശവും ഇന്ന നേരമെന്നേതുമറിഞ്ഞില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. ഇന്നലെ വരെ കഴിഞ്ഞു പോയി. എന്തായിരുന്നു ഇന്നലെ വരെ ആലോചിച്ചിട്ട് കാര്യമില്ല, തീർന്നു പോയതാണ്. പിന്നെ അതുമാത്രമല്ല, കഴിഞ്ഞ ജന്മം നമ്മൾ ആരായിരുന്നു നമുക്കറിയോ? കഴിഞ്ഞ ജന്മം നമ്മൾ ആരായിരുന്നു അറിയില്ല. ഇനി വരാൻ പോണ ജന്മം നമ്മൾ ആരായിരിക്കും അതും അറിയില്ല. ഇന്നലെയും അറിയില്ല, ഇന്നും അറിയില്ല. കഴിഞ്ഞ ജന്മത്തെ പോട്ടെ, നമുക്ക് ജനിച്ചിട്ട് ഒരു 10 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഓർമ്മയുണ്ടോ? അത് നമുക്ക് ഓർമ്മയില്ല. അപ്പോൾ കഴിഞ്ഞു പോയതൊന്നും ഓർമ്മയില്ല, വരാനുള്ളതും ഇല്ല. ഈ ശരീരം അത് എപ്പോൾ വീഴും, ഏത് സമയത്ത് വീഴും, അതും നമുക്ക് നിശ്ചയമില്ല. ഇന്ന് ഇപ്പം കണ്ട് ഇവിടെ വെച്ച് സംസാരിച്ച് അങ്ങോട്ട് പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ സത്സംഗത്തിന് വരുന്നു, വഴിയിൽ വെച്ച് ഒരാളെ കണ്ടു വർത്തമാനം പറഞ്ഞു പോയി, തിരിച്ച് സത്സംഗം കഴിഞ്ഞ് 1 മണിക്കൂറായാലും അങ്ങോട്ട് പോകുമ്പോൾ പറയാം ആള് ഇതേ പോയിട്ടോ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇപ്പം വർത്താനം പറഞ്ഞതാ. ആയിക്കോട്ടെ, അതാ പറഞ്ഞേ, കണ്ടില്ല, അതാണ് അത്. അതുപോലെ പിച്ച തേണ്ടി നടന്ന ഒരാൾക്ക് പിച്ച തണ്ടി നടന്ന ഒരാളാണ്. അങ്ങനെ നടന്ന് പോകുമ്പോൾ എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ തമാശയ്ക്ക് ചെയ്തതാണ്. ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നതാ, ഇത് കൊണ്ടപ്പോളാൻ വേണ്ടി കൊടുത്തു. പക്ഷേ ലോട്ടറി ഫലം വന്നപ്പോൾ ആ ടിക്കറ്റിനാണ് പൈസ അടിച്ച അയാൾക്ക് അയാളുടെ കഷ്ടകാലം തീർന്നു. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിയിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. ഇതൊക്കെ നമ്മളെപ്പോഴും നമ്മുടെ ഇടയിൽ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. കണ്ടാലൊട്ടറിയുന്നു ചിലരതു, കണ്ടാലും തിരിയാ ചിലർക്കേതുമേ, കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നിതു ചിലർ. ചിലർക്കൊക്കെ അത് കാണുമ്പോൾ ഒരു തിരിച്ചറിവുണ്ടാവും, ഉത്തരയ്ക്കൊക്കെ ഉള്ളൂ എന്ന്. ചിലർക്ക് എത്ര കണ്ടാലും കേട്ടാലും ഒന്നും നമുക്ക് അനുഭവമായാലും മനസ്സിലാവില്ല. ആ ഈശ്വരൻ്റെ കാരുണ്യം അല്ലാണ്ടൊന്നും സാധിക്കില്ല എന്നുള്ളത്. അങ്ങനെയുള്ള ആ പരമമായ സത്യങ്ങളാണ് ഇത്. ഓരോ വരി എടുത്ത് പറയുകയാണെങ്കിൽ എത്ര ദിവസം നമ്മൾ ഒരു ഭാഗവത യജ്ഞം നടത്തണ പോലെ അറിവുള്ളവർ പറയുകയാണെങ്കിൽ, ഞാനല്ല കേട്ടോ, അറിവുള്ളവർ പറയുകയാണെങ്കിൽ എത്ര പറഞ്ഞാലും തീരാത്ത അത്രയ്ക്കും ഇതൊക്കെ ലളിതമാണ്. ഇതൊക്കെ കാണാപ്പാടം അറിയാമെന്ന് തന്നെ. പക്ഷെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അതിൻ്റെ ഓരോ വരികളെയും? നമ്മൾ തന്നെ ഒരു വരി തന്നെ എന്നും മനനം ചെയ്ത് നോക്കും. ഓരോ ദിവസവും ഓരോ അർത്ഥം ഭഗവാൻ നമുക്ക് പറഞ്ഞു തരും. അതിന് അത്രയും വലിയ ഒരു ഭാവമാണ് ഈ ജ്ഞാനപാനയ്ക്കുള്ളത്. മനോജാതിയിൽ തന്നെ പലവിധം മനസ്സിനു വിശേഷമുണ്ടോർക്കണം. മനുഷ്യനാണ്, മനുഷ്യരെല്ലാവരും ഒരുപോലെയല്ല വെച്ചാൽ അങ്ങനെയല്ല. ഓരോരുത്തരുടെ മനോഭാവം ഓരോ രീതിയിലാണ്. അതെങ്ങനെ അവർക്ക് ആ മനോഭാവം വന്നത് എന്ന് വിചാരിച്ചാൽ അവരുടെ കർമ്മങ്ങളെ കൊണ്ടാണ്. ഓരോരുത്തരും ചെയ്ത കർമ്മപ്രാരാബ്ധങ്ങളുണ്ട്. ആ കർമ്മങ്ങളെ കൊണ്ട് ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള സ്വഭാവങ്ങൾ വന്നു. അതനുസരിച്ചിട്ട് അവർ പെരുമാറണം. ചിലവർക്ക് ഭാഗവത സപ്താഹമാണ്, നാമജപാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ചിലവരെ ഇതിനൊക്കെ കേട്ടിരിക്കാൻ ആർക്ക് സാധിക്കുന്നു ഇതൊക്കെ കേട്ടിരിക്കാൻ എന്ന് പറയണു. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ശ്രീകൃഷ്ണ കഥാമൃതം വായിച്ചപ്പോൾ അതിൽ പറഞ്ഞു, കൃഷ്ണനെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി കൃഷ്ണൻ്റെ കഥകൾ, കൃഷ്ണൻ അങ്ങനെ ചെയ്ത ഓരോ കാര്യങ്ങൾ, വൃന്ദാവനത്തിലാടിയ ലീലകളെ പറ്റിയിട്ട് മധുരാനിവാസികൾ ഇങ്ങനെ വർണ്ണിച്ച് പറയാണ്. എന്തൊരു ഭാഗ്യമാണ് വ്രജവാസികളുടെ, അവർക്ക് ആ കൃഷ്ണനെ അനുഭവിക്കാൻ സാധിച്ചില്ലേ, കൃഷ്ണന് പൂതനെ വധിച്ചില്ലേ, അതുപോലെ അവരെയൊക്കെ വധിച്ചു, അവരിൽ നിന്നൊക്കെ രക്ഷിച്ചു, മഴയിൽ നിന്ന് രക്ഷിച്ചു, അതുപോലെ അഗ്നിയിൽ നിന്ന് രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണൻ്റെ മഹത്വങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ട് എല്ലാവരും ആസ്വദിക്കുന്നു. പക്ഷെ ഒരാൾക്ക് അത് കേട്ടിട്ട് നിത്യപ്പൊതി ഉണ്ടായില്ല അത്ര. ചാണൂരൻ ഇതങ്ങോട്ട് കേട്ടപ്പോൾ എവിടെ കൃഷ്ണനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായേ.
ഇതുപോലെയാണ് നമ്മൾ നാമജപം ഭാഗവതം എന്നൊക്കെ പറഞ്ഞ് ഓടുമ്പോൾ നമ്മളെ കൊല്ലാൻ ലക്ഷ്യത്തിൽ നിൽക്കണവരും ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആസുരിക ഭാവം ഉള്ളിലുള്ളവർക്ക് അങ്ങനെയാണ്. ഈശ്വരനെ പറ്റി പറയുമ്പോഴാണ് അവർക്ക് ദേഷ്യം. ബാക്കി എന്ത് പറഞ്ഞാലും അവർക്ക് സന്തോഷം. ഈശ്വരനെ പറ്റി മാത്രം പറയാൻ പാടില്ല. അവരിതാ ഈശ്വരനില്ല എന്ന് പറയണു. ഈശ്വരനില്ല എന്ന് പറയാനായിട്ട് ആ നാവ് വഴങ്ങണമെങ്കിൽ ഏതൊരു ശക്തിയാണ് ആലോചിച്ചിട്ടില്ല. അകത്തേക്ക് വലിച്ച ശ്വാസം പുറത്തേക്ക് വിടാൻ സാധിക്കുന്നുണ്ടോ അറിയില്ല. നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരിക്കലേ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇതിങ്ങനെ അങ്ങോട്ട് ചാരി ഇരിക്കേണ്ടേ കണ്ടുള്ളൂ. പിന്നെ ചെരിഞ്ഞതാ താഴെ വീഴുന്നതാ കണ്ടേ. അങ്ങനെ ടി വിയിൽ ഒരു പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന ആൾ പതുക്കെ പിന്നിലേക്ക് ചാഞ്ഞു, തല ചരിച്ചു, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയും മനുഷ്യൻ്റെ ഒരു ആയുസ് അത്രയേ ഉള്ളൂ, ആരോഗ്യം അത്രയേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, ഒരു സിനിമയിലൊക്കെ അഭിനയിക്കുന്ന അവർ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അവരുടെ കഥ കേട്ട സങ്കടം തോന്നും. 63 വയസ്സൊറ്റേ ആയിട്ടുള്ളൂ. പേര് ഞാൻ മറന്നുപോയിട്ടോ. 63 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേ ഞാനത് നല്ലോണം ഒന്ന് കേട്ടു. കാരണം അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവരുടെ കൂടെയുള്ളവരെയൊക്കെ കണ്ടാൽ മനസ്സിലാവേണ്ട, തിരിച്ചറിയില്ല. അവർക്ക് അവരാരാന്ന് അറിയണില്ല. സ്വന്തം പേര് മറന്നുപോയി. വെള്ളം വയലൊഴിച്ചു കൊടുത്താൽ ഇറക്കാൻ അറിയില്ല, മറന്നുപോയി. വെള്ളം ഇറക്കാൻ മറന്നു. ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി. ഭക്ഷണമൊന്നും കഴിക്കില്ല. ഉമിനീര് പോലും ഇറക്കുന്നില്ല. ഇറക്കാൻ അതിനറിയണില്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ എല്ലാം മറന്നിട്ടുള്ള ഒരു അൽഷിമേഴ്സിൻ്റെ ഒരു അത്ര 63 വയസ്സേ ആയിട്ടുള്ളൂ. ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ്റെ ഈ ശരീരത്തിലെ ഒരു ഞരമ്പിന് ഒരു കേട് വന്നാൽ മതി, എങ്ങനെ വേണമെങ്കിലും വന്ന് ചേരും. അപ്പോൾ ഈശ്വരൻ എത്ര കാരുണ്യവാനാണെന്ന് നോക്കൂ നമ്മളോടൊക്കെ. ഒന്നുമില്ലെങ്കിൽ ഈശ്വര കഥകൾ കേൾക്കാനും നാമം ജപിക്കാനൊക്കെ അവർ എങ്ങനെ നടന്നേർന്നതാണ്. ആ അവസാന കാലത്തുള്ള ഒരു 3 കൊല്ലമായിട്ട് അവരുടെ യാതൊരു വിധത്തിലുള്ള ചിത്രങ്ങളോ വീഡിയോകളോ ഒന്നും ഇല്ല അത്രേ. കാരണം അത്രയും ബുദ്ധിമുട്ടാണ് അവരെ കാണാൻ. ആദ്യകാലങ്ങളിലുള്ള 3 കൊല്ലമായി അവർക്ക് ഈ വയ്യായ തുടങ്ങിയിട്ടെന്നാണ് പറയണത്. അപ്പം എത്ര സങ്കടകരമായ ഒരവസ്ഥയാണ് മനുഷ്യൻ്റെ. എന്നിട്ട് പോലും മനുഷ്യന് ഞാൻ ആണ് വലുത് എന്നുള്ള ഭാവത്തിലിരിക്കുന്നു. ഈശ്വരനെ മറന്ന് ജീവിക്കുന്നു. ആണ് കണ്ടാലൊട്ടറിയുന്നു ചിലരിതു, കണ്ടാലും തിരിയാ ചിലർക്കേതുമേ. കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നിതു ചിലർ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ഉറക്ക ജപിക്കുന്നു. ഉറക്ക ജപിക്കണം ഭഗവാന്റെ നാമം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിനു വിശേഷമുണ്ടോർക്കണം. പലർക്കും അറിയണമെന്നിട്ട് പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ. എല്ലാവരും ചോദിക്കും, നിങ്ങൾക്ക് എന്തിനാ അത്ര വളരെ ദൈവങ്ങൾ? 33 കോടി ദൈവങ്ങളുണ്ടെന്നുള്ള ശിവൻ്റെത് ഒരു ഈശ്വരൻ ഒന്നല്ലേ ഉള്ളൂ. എന്തിനാ എത്ര രൂപം? വിഷ്ണു ഉണ്ട്, ശിവനുണ്ട്, കൃഷ്ണനുണ്ട്, ഭദ്രകാളി ഉണ്ട്. അതിൻ്റെ ഉത്തരാണിത്. മനുഷ്യന് പല വിധത്തിലാണ്. ഏതൊരു രൂപഭാവത്തോടാണോ നമ്മുടെ മനസ്സ് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് അതേ എല്ലാം ഒന്നാണ്. പക്ഷെ അതിനെ ഏത് രൂപഭാവത്തിൽ കണ്ടാലും നമുക്ക് ഏത് ഭാവത്തിൽ കണ്ടാലും ആ ഭാവത്തിൽ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് എത്തും. സാക്ഷാൽ പ്രഹ്ലാദസ്വാമി വന്നത് എങ്ങനെയാണ്? നരസിംഹമൂർത്തി പ്രഹ്ലാദസ്വാമിയുടെ അടുത്തേക്കല്ല, ഹിരണ്യകശിപുവിൻ്റെ അടുത്തേക്ക് എങ്ങനെയാണ് വന്നേ? നരസിംഹമൂർത്തിയായിട്ടാണ് വന്നത്. പക്ഷേ പ്രഹ്ലാദസ്വാമി എങ്ങനെയാണ് കണ്ടേ? ഹരിനാരായണ സാക്ഷാൽ ശ്രീമൻ നാരായണനായിട്ടാണ് കണ്ടേ. അദ്ദേഹത്തിന് ഒരിക്കലും ആ ഒരു ഘോരമായ ഭാവം ഉള്ളിൽ തോന്നിയില്ല. കാരണം എവിടെയടാ നിന്റെ നാരായണൻ എന്ന് ചോദിച്ചപ്പോൾ നാരായണൻ അതാന്നാ പറഞ്ഞത്. അപ്പം അദ്ദേഹം കണ്ടത് ആരെയാ? നാരായണനെയാണ്. ഈ ഘോരമായ ഭാവം മറ്റുള്ളവരുടെ സങ്കല്പമായിരുന്നു. കാരണം മനുഷ്യനല്ല, മൃഗല്ല രൂപം, അങ്ങനെയുള്ള ആ ഭീകരമായ രൂപത്തെ മറ്റെല്ലാവരും സങ്കല്പിച്ചുണ്ടാക്കി. അപ്പോൾ അതേ സങ്കല്പത്തിൽ അവരുടെയൊക്കെ മുമ്പിൽ ആ ഭാവം പ്രകടമായി.
പക്ഷെ പ്രഹ്ലാദൻ അതുകൊണ്ടാ പേടിയില്ലാഞ്ഞ്. ചെല്ലുണ്ണി എന്ന് പറഞ്ഞപ്പോൾ ഓടിച്ചെന്നു. കാരണം എന്താ വെച്ചാൽ എപ്പോഴും ആ കൃഷ്ണഗ്രഹഗൃഹീതാത്മാ എപ്പോഴും തന്നെ പിടികൂടിയിരിക്കണ ആളാണിത്. എപ്പോഴും കളിക്കണു, ചിരിക്കണു, വർത്തമാനം പറയണു. അങ്ങനെയുള്ള ഒരാളെ കാണുമ്പോൾ കളിക്കൂട്ടുകാരനെ പോലെ പിന്നെ എന്താ അത്ര പേടിക്കാനുള്ള ഓടിച്ചെന്നു. മറ്റുള്ളവർക്ക് ആർക്കും അടുക്കാൻ പറ്റിയില്ല, ലക്ഷ്മിക്ക് പോലും അടുക്കാൻ പറ്റിയില്ല എന്നുള്ള അവസ്ഥയാണ്. തൻ്റെ ഭർത്താവാണെങ്കിലും അല്ലെ, വീട്ടിലായാലും അങ്ങനെയല്ലേ, എത്ര ദേഷ്യപ്പെട്ട് ഉറഞ്ഞ് കളി തുള്ളിയിട്ട് നിൽക്കണു. അപ്പൊ ആ ഭാര്യ അടുത്തേക്ക് അടുക്കണില്ല, മക്കളെ അടുത്തേക്ക് അടുക്കണില്ല, ഒന്നുമില്ല. കൊച്ചുമോൻ ചെന്നിട്ട് മുത്തച്ഛാന്ന് ചോദിച്ചെന്ന് കെട്ടിപ്പിടിച്ചാൽ എന്തുണ്ടായി? ആ ദേഷ്യമൊന്നും അവന് മനസ്സിലാവണില്ല. ആ മുത്തച്ഛനെ, ആ കുട്ടിയെ അപ്പം മുത്തച്ഛൻ വാരിയെടുത്ത് മുത്തച്ഛൻ്റെ ദേഷ്യം തീർന്നു. അത്രയ്ക്ക് അത് തന്നെയാണ് ഭഗവാന്റെ. നമ്മളിവിടെ കാണണത് മുഴുവൻ ഈശ്വരൻ്റെ മാതൃകകളാണ്. കണ്ടതൊക്കെ ഈശ്വരൻ. ആ ഈശ്വരൻ്റെ ഓരോ മാതൃകാഭാവങ്ങളെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. പലർക്കും പല വിധത്തിലാണെങ്കിൽ അതുപോലെ ശരി എനിക്ക് കൃഷ്ണനെയാണ് വേണ്ടത്, എന്നാൽ ശരി കൃഷ്ണൻ്റെ ഭാവത്തിൽ എന്തൊക്കെയാണ് വേണ്ടത് പറഞ്ഞു തരാം. എനിക്ക് ശിവനെയാണ് വേണ്ടത്, എന്നാൽ ശരി ശൈവഭാവത്തിലത്. അതാണ് പലർക്കും അറിയണമെന്നിട്ട് പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ. കർമ്മത്തിലധികാരി ജനങ്ങൾക്കു കർമ്മശാസ്ത്രങ്ങളുണ്ടു പലവിധം. സംഖ്യശാസ്ത്രങ്ങൾ, യോഗങ്ങൾ എന്നിവ സംഖ്യയില്ലതു നിൽക്കട്ടെ സർവവും. കർമ്മങ്ങളെ കൊണ്ടാണ് ചെയ്യണ. കർമ്മങ്ങൾ എന്തു ഇപ്പം നമ്മൾ പറയണ്ടേ, ഞാൻ കർമ്മം ചെയ്യാണ് വേണ്ടത്. ഈശ്വരൻ കർമ്മം ചെയ്യാനാ പറഞ്ഞേക്കണേ. ഞാൻ എൻ്റെ കർമ്മം ശരിയായ വിധത്തിലാണോ കർമ്മം ചെയ്യണേ? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ശരിയായിട്ടാണോ? ആത്മാർത്ഥമായിട്ടാണോ? സന്തോഷത്തോടു കൂടിയിട്ടാണോ? ഓഫീസിലെ ആവട്ടെ, വീട്ടിലെ ആവട്ടെ, എവിടത്തെ ആവട്ടെ, അങ്ങനെയാണോ ചെയ്യണത്? ആലോചിച്ച് നോക്കൂ. നമുക്ക് അനിഷ്ടമായിട്ട് ആരെങ്കിലും ഒരാളൊരു വാക്ക് മിണ്ടിയാൽ നമ്മൾ ചെയ്തത് ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഇത് കിട്ടി എനിക്ക് തന്നെ, അപ്പോഴേക്കും നമുക്ക് ആ ദേഷ്യം ഇതായി. നമ്മൾ അപ്പം എവിടെയുണ്ടായിന് ആത്മാർത്ഥത? ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ ചെയ്യേണ്ടത് ഇതാ ഭഗവാനെ എനിക്ക് പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ അവിടുത്തെ പാദത്തിൽ സമർപ്പിച്ചു. അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്പം നമ്മുടെ കർമ്മം ശുദ്ധമായി. അപ്പം അതിനു വേണ്ടിയിട്ട് കർമ്മശാസ്ത്രങ്ങളുണ്ട്, സംഖ്യശാസ്ത്രങ്ങളുണ്ട്, അങ്ങനെ ധാരാളം ശാസ്ത്രങ്ങളുണ്ട്. ചുഴന്നീടുന്ന സംസാര ചക്രത്തിലുഴന്നീടും നമുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു. എളുതായിട്ട് മുക്തി ലഭിപ്പാനായി ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുന്നിലാൽ. ഇങ്ങനെ ഈ ഭൂമിയിൽ വന്നിട്ട് ഈ കർമ്മബന്ധങ്ങളെ കൊണ്ടാണ് നമ്മളിങ്ങനെ വന്നത്. മുന്നമിക്കണ്ട വിശ്വാമശേഷവും ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി ഒന്നു ചെന്നങ്ങു തന്നോടു പറ്റാതെ ഒന്നിനും ചെന്നു താനും വലയാതെ ഒന്നൊന്നായി ദിനയ്ക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി ഒന്നുപോലും അറിയാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി. ഒന്നും അറിയാണ്ടിരിക്കുന്നവർക്ക് എന്ത് പറഞ്ഞാലും അറിയാത്തവർക്ക് മനസ്സിലാവില്ല ഈശ്വരനെ. അപ്പോൾ ആ ഭഗവാൻ ഒന്നേ ഉള്ളൂ. ആ ഈശ്വരനിലാണ് എല്ലാം സമർപ്പിച്ചിരിക്കുന്നവർക്ക് ആ ഈശ്വരൻ്റെ ആ ഒന്നുകൊണ്ട് ഭഗവാനെ തിരിച്ചറിയാം. അപ്പം അത് ഒന്നുപോലെയൊന്നില്ലാതെയുള്ളതീനൊന്നായുള്ളൊരു ജീവസ്വരൂപമായി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ആത്മാവായിട്ട് ഒരേ ഒരു ജീവസ്വരൂപമാണ്. ആരാണ്? എല്ലാവർക്കും ഉള്ളിൽ ആത്മാവായി വിളങ്ങും കൃഷ്ണനീ വിധം. ആ ഭഗവാൻ കൃപ കൊണ്ട് ഒരു രൂപം ധരിച്ചിട്ട് കൃഷ്ണഭാവത്തിൽ വന്നേക്കാണ്. അവരൊക്കെ അതാ ഭഗവാൻ തന്നെയാണ് എല്ലാവരുടെയും ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെ ഉള്ളിലും ഈശ്വരൻ തന്നെയാണുള്ളത്. ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ മൂന്നിലൊന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വം. അന്നേരത്ത് കുറെ കഴിയുമ്പോൾ ആ വിശ്വമൊക്കെ ഉണ്ടാവും. ഭഗവാനിൽ നിന്നുണ്ടായി വീണ്ടും ആ ഭഗവാനിലേക്ക് തന്നെ ലയിക്കുമ്പോൾ പിന്നെ ഒന്നും ഇല്ലാണ്ടായി. ഒന്നുകൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങൾ. എന്താ? പുണ്യകർമ്മങ്ങൾ,
പാപകർമ്മങ്ങളും ചിലവർ പുണ്യം ചെയ്യണവർ പുണ്യകർമ്മങ്ങൾ, പാപങ്ങൾ ചെയ്യണവരുടെ പാപകർമ്മങ്ങൾ, ചിലവർ പുണ്യവും പാപവും ഒക്കെ ചെയ്യും. അപ്പോൾ പുണ്യവും പാപവും കൂടിയിട്ട് മിശ്രമായ കർമ്മം, അങ്ങനെ 3 വിധത്തിലുള്ള കർമ്മങ്ങളെ കൊണ്ടാണ് നമ്മളെ ബന്ധിച്ചിരിക്കുന്നത്. അത് ഒന്ന് ഇരുമ്പ് കൊണ്ട്, ഒന്ന് സ്വർണം കൊണ്ട്, അങ്ങനെയുള്ള ആ ഒരു വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. സ്വർണം കൊണ്ട് ബന്ധിച്ചാൽ സ്വർണം കൊണ്ടൊരു ചങ്ങലയിട്ട് കെട്ടിയാലും കെട്ട് തന്നെയല്ലേ. അത് സ്വർണം കൊണ്ടായാലും ഇരുമ്പ് കൊണ്ടായാലും കെട്ട് തന്നെയാണ്. ചങ്ങല മാറിയെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം എല്ലാം നമുക്ക് ബന്ധനം തന്നെയാണ് എന്ന് പറയുന്നു. പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമം കർമ്മവും 3 ജാതി നിരൂപിച്ചു കാണുമ്പോൾ 3 കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. പൊന്നിഞ്ചങ്ങല ഒന്നിപ്പറഞ്ഞതിൽ ഒന്നിരുമ്പു കൊണ്ടൊന്നത്ര ഭേദങ്ങൾ 2ൽ 4ഉം എടുത്തു പണി ചെയ്ത ചങ്ങലയല്ലോ മിശ്രമം കർമ്മവും. ബ്രഹ്മവാദിയായി ഈച്ചായറുമ്പോളം കർമ്മബന്ധന്മാരെന്നതറിഞ്ഞാലും നമ്മൾ വിചാരിക്കണ ആ സ്വർഗത്തിൽ ഇരിക്കുന്നവർക്ക് ആ ദേവന്മാർക്കൊന്നും കർമ്മബന്ധങ്ങളില്ല. അതൊക്കെ ഉണ്ട്. നമ്മൾ ഭൂമിയിൽ നിന്ന് പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഇന്ദ്രനൊക്കെ ആവണമെങ്കിൽ ഇത്ര യാഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്ദ്രപദവിക്ക് യോഗ്യനായി എന്നൊക്കെയാണ്. അതുപോലെ ബ്രഹ്മാവാനുള്ള യോഗ്യത ഓരോ ദേവതാഭാവത്തിനുള്ള യോഗ്യതയുണ്ട്. ഭൂമിയിലിരിക്കുന്ന മനുഷ്യൻ അവൻ്റെ കർമ്മങ്ങളെ കൊണ്ട് ആ യോഗ്യത നേടുമ്പോൾ അവിടെ ആ ബ്രഹ്മാവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ആള് അങ്ങേര് നേടിയ കർമ്മങ്ങളൊക്കെ ആ ബ്രഹ്മാവിൻ്റെ ആ നിലയിലിരിക്കാൻ എന്തെല്ലാം കർമ്മങ്ങളെ കൊണ്ടാണോ ആ അവസ്ഥ അത് കഴിയുമ്പോൾ. അപ്പം നമ്മളൊക്കെ പറയണില്ലേ, മന്ത്രിമാർ 5 കൊല്ലം ഭരിച്ചാൽ അത് കഴിഞ്ഞ് ഇറങ്ങണം, പിന്നെ ആദ്യ ലക്ഷം എന്ന് പറയണ പോലെ ഇത് ആളുടെ അത് ഒടുങ്ങുമ്പോൾ വീണ്ടും ഭൂമിയിൽ തന്നെ വന്ന് പതിക്കുന്നു. അപ്പോൾ അടുത്ത യോഗ്യതയുള്ള ആൾ കയറണു. അപ്പം അവർക്കുണ്ട് ബ്രഹ്മാവ് മുതൽ ഈച്ചയും ഉറുമ്പിനും വരെ കർമ്മബന്ധന്മാരാണ്. ഈച്ചയാവണതും ഉറുമ്പാവണതൊക്കെ അവരവരുടെ കർമ്മപ്രാരാബ്ദങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്. ഭുവനങ്ങളെ സൃഷ്ടിക്ക എന്നതു ഭുവനാന്ത്യപ്രളയം കഴിവോളം കർമ്മപാശത്തെ ലംഘിക്ക എന്നതു ബ്രഹ്മാവിനും മെളുതല്ല നിർണയം. ഈ കർമ്മബന്ധമുണ്ട്. ഇതിനെ വിലംഘിക്കാന്ന് വെച്ചാൽ ബ്രഹ്മാവിന് പോലും തൻ്റെ ആ കർമ്മബന്ധത്തിനെ വിലംഘിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ദിക്പാലന്മാരും അവണ്ണമോരോരോ ദിക്കുതോറും തളച്ചു കിടക്കുന്നു. അല്പകർമ്മികളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പുക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ. നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി എന്തിനു വേണ്ടിയിട്ട് ആ ദുരിതങ്ങൾ അനുഭവിക്കണം. നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം, ദുരിതഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നരകത്തിൽ കിടക്കണേ. ആ ജീവൻ എന്താ ചെയ്യുക? അവിടെ ചെന്ന് നരകയാതനകൾ അനുഭവിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഫലം തീർന്നു. നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങളൊടുങ്ങി മനസ്സിൻ്റെ പരിഭാഗവും വന്നു ക്രമത്താലെ നരജാതിയിൽ വന്നു പിറന്നിട്ടു സുഹൃതം ചെയ്തു മേൽപോട്ടു പോയവർ സ്വർഗത്തിങ്കാലിരുന്നു സുഖിക്കുന്നു. സ്വർഗത്തിലുള്ളവര് പുണ്യകർമ്മങ്ങള് സുഹൃതങ്ങൾ ചെയ്താൽ സ്വർഗലോകത്ത്, ദുരിതങ്ങൾ ചെയ്താൽ ലോകത്ത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ശാശ്വതമല്ല. അതിൻ്റെ അത് കഴിഞ്ഞാൽ അങ്ങ് തിരിച്ചു പോരും. നമ്മളുടെ കയ്യിലുള്ള പൈസയും കൊണ്ട് നമ്മളൊരു ഹോട്ടലിൽ നിന്ന് താമസിച്ചു, ആ പൈസ തീർന്നാൽ അവരവിടുന്ന് ഇറക്കി വിടും. അതുപോലെ അങ്ങനെ പോരും. അപ്പോൾ സൽക്കർമ്മം കൊണ്ടു മേൽപോട്ടു പോയവർ സ്വർഗത്തിങ്കാലിരുന്നു സുഖിക്കുന്നു. സുഹൃതങ്ങളുമൊക്കെ ഒടുങ്ങുമ്പോൾ പരിഭാഗവുമെള്ളോളമില്ലവർ പരീജോടങ്ങിരുന്നിട്ടു ഭൂമിയിൽ ജാതരായി ദുരിതം ചെയ്തു ചത്തവർ വന്നൊരദുരിതത്തിൻ ഫലമായി പിന്നെ പോയി നരകങ്ങളിൽ വീഴുന്നു. ഓരോരുത്തരും നമ്മൾ ചെന്ന് പെടുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എൻ്റെ കർമ്മം ഞാൻ കർമ്മം ചെയ്യുന്നുണ്ട്, അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കർമ്മങ്ങൾ നമ്മൾ ഞാൻ ചെയ്യണു എന്നുള്ള ഭാവത്തിൽ കർമ്മം ചെയ്താൽ ആ കർമ്മത്തിന് നന്മയുണ്ടാവും തിന്മയുണ്ടാവും. നമ്മൾ വിചാരിക്കുന്നു ഞാൻ ചെയ്യേണ്ടത് ശരിയാണ്, പക്ഷെ അത് ശരിയല്ല, തെറ്റാണോ എന്ന് നമുക്ക് അറിയില്ല, ശരിയാണോ തെറ്റാണോ എന്ന്.
നമ്മളൊന്ന് ചെയ്യണ്ട്, അത് മറ്റുള്ളതിന് വിപരീതമായിട്ട് വന്നാൽ അതിന് ദുഷ്കർമ്മഫലം വരും. അപ്പം ആ കർമ്മഫലം അതിന് നമുക്ക് വന്നു ചേരും. കർമ്മം ചെയ്യുകയാണെങ്കിൽ കർമ്മത്തിൻ്റെ ഫലം എന്തായാലും വന്നു ചേരും. അതേസമയം കർമ്മം എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ചിട്ട് ഭഗവാനെ അവിടുന്ന് ചെയ്യാൻ ഏൽപ്പിച്ചതാണ്, ഞാനല്ല, അവിടുന്നാണ് എന്നെ ഇതാ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയേക്കണത്, അങ്ങ് പറഞ്ഞതുപോലെയല്ല ചെയ്തു, ഞാനിതാ എല്ലാം അല്ലെ. ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ നമ്മളെ ഏൽപ്പിക്കും. ഓരോരുത്തരും ഫയലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന ആൾക്കാരെ അത് കൊണ്ടുവന്ന് ഞാനാണ്, എൻ്റെ ഫയലാന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിട്ട് കാര്യമില്ല. അത് കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്ന പോലെ ഭഗവാന്റെ പാദത്തിൽ കൊണ്ട് സമർപ്പിച്ച് കഴിഞ്ഞിട്ട് പറയും എല്ലാം ഭഗവാനെ അവിടത്തേക്കാണ്. അപ്പം കർമ്മപ്രാരാബ്ധം ഞാൻ ചെയ്തതെല്ലാം അങ്ങ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്, എൻ്റെ സ്വന്തം ഇതിന് ചെയ്തു തരാം. ഞാൻ ഇതൊക്കെ ചെയ്തത് ശരിയായിട്ടുണ്ടെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഫലം ഭഗവാനെ അവിടത്തേക്ക് ആണ് എന്ന് പറഞ്ഞാൽ അവിടെ സമർപ്പിക്കുമ്പോഴോ ആ കർമ്മബന്ധം നമ്മളെ ഇല്ലാണ്ട് പോകണം. അത് ഈശ്വരനിൽ സമർപ്പിക്കുമ്പോൾ പിന്നെ ആ ഈശ്വരനെ ആശ്രയിച്ച് നാമജപവും സൽക്കഥാശ്രവണവും ഒക്കെ നടത്തി എല്ലാം വേണം ജീവിതത്തിലെ എല്ലാം. ഇപ്പോൾ കർമ്മം ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും അത് വേണം. നമ്മളിപ്പോൾ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതാണ് എൻ്റെ കർമ്മം, ഇത് ഞാനിത് ചെയ്യുക, ഞാൻ അമ്പലത്തിലേക്കൊന്നും പോകണ്ടേ, ശരി പോകണ്ട. കുറച്ച് കഴിയുമ്പോൾ ഇവർ ഈ ഓഫീസിൽ നിന്നൊക്കെ എന്തിനാണോ ഈ ടൂറൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിന് പോണേ, കർമ്മം ചെയ്താൽ പോലെ ടൂറിൻ്റെ പിന്നാലെ പോകണോ? അപ്പോൾ ആ സന്തോഷിക്കാനും ഇതിനൊക്കെ അങ്ങോട്ട് പോകണ്ട്. അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ പോലെ അതുപോലെ തന്നെ അല്ലെ, എല്ലാ കാര്യങ്ങൾക്കും വേണമല്ലോ, ഒന്നിനെയും നമുക്ക് അതിൽ ഉപേക്ഷിക്കണില്ല. ഇത് ചെയ്യണ്ടേ, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കല്യാണം ഉണ്ടായാൽ നമ്മൾ അങ്ങോട്ട് പോകണ്ട്. എത്ര വയ്യാത്ത ഒരാളായാലും ഈ അമ്പലത്തിലേക്ക് നടന്നു പോകാൻ വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് വയ്യ നടക്കാൻ, ഞാൻ പോണില്ല. അപ്പോൾ പറയണ തിരുവനന്തപുരത്ത് ഒരു കല്യാണം ഉണ്ട്, അതിന് പോകണം. അപ്പം നിങ്ങൾക്ക് വയ്യാണ്ടല്ലേ കല്യാണം, അത് സാറിൻ്റെ AC ബസ്സിൽ അവർ കൊണ്ടുപോകണം, അപ്പം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല, അത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ. അപ്പം നമുക്ക് എന്താ വെച്ചാൽ ആഗ്രഹമാണ് നമ്മളെ കൊണ്ടുപോകണത്. ആഗ്രഹം ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് എത്തില്ല. അപ്പോൾ ഇതിനേക്കാളും ഒരു ശ്രേഷ്ഠത മറ്റേനെ കൽപ്പിക്കണോണ്ടാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സപ്താഹം നമ്മുടെ ഈ ഗ്രാമത്തിൽ നടന്നിട്ട് ഒന്നും ചെയ്യാണ്ട് വെറുതെ വീട്ടിലിരിക്കണ എത്ര പേര് അവിടെ വന്നിരുന്നു. ആലോചിച്ച് നോക്കും. ഭാഗ്യം വേണം, സുഹൃതം വേണം, അനുഭവിക്കാൻ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അനുഭവിക്കാൻ യോഗം വേണം. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ധനം സമ്പാദിച്ച് വീട് സമ്പാദിച്ച് എല്ലാം സമ്പാദിച്ച് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോഴേക്കും വന്നു പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള്, ആ അസുഖം ഈ അസുഖം. അനുഭവയോഗം ഇല്ല. എന്തിനു വേണ്ടിയിട്ടാണോ കഷ്ടപ്പെട്ടത് അതൊന്നും അനുഭവിക്കാൻ യോഗം ഇല്ലാണ്ട് പോവുകയാണ്. അപ്പോൾ ഓരോന്നിനും അനുഭവിക്കേണ്ട കാലത്ത് അതിനനുഭവിക്കാൻ പറ്റണില്ല. അപ്പോൾ അനുഭവിക്കേണ്ട കാലത്ത് അനുഭവിക്കാണ്ട് പിന്നെ എപ്പോഴെങ്കിലും അനുഭവിക്കാൻ അതിന് പറ്റണ്ടേ? ഇതുപോലെ തന്നെയാണ് ഈശ്വരനെ ആശ്രയിക്കാനും നാമം ജപിക്കാനും ഒക്കെ വയസ്സായിട്ടെന്ന് പറഞ്ഞു. വയസ്സായി ഇതുപോലെ ഒരു അൽഷിമേഴ്സ് വന്നാൽ കഴിഞ്ഞില്ലേ, വയ്യാണ്ടായാൽ കഴിഞ്ഞില്ലേ, നാവ് പൊന്താണ്ടായാൽ പിന്നെ അങ്ങനെ നാമം ജപിക്കണം. അപ്പം നാവ് പൊന്തണ കാലത്ത് നാമം ജപിക്കണം. കൗമാര ആചരേത്, കുട്ടികളായിരിക്കുമ്പോൾ പഠിപ്പിക്കണം എന്നാണ് പ്രഹ്ലാദസ്വാമി പറഞ്ഞേക്കണത്. കുട്ടികളെ നാരായണ എന്ന് പറയാനായിട്ടൊരു കുഞ്ഞിന് സാധിക്കുന്ന കാലം തൊട്ട് സന്ധ്യയ്ക്ക് അതിനെ മടിയിൽ വച്ചിരുന്ന് ഒരു കുറച്ച് നേരമെങ്കിലും നാരായണോട് ജപിക്കുക എന്ന് പറഞ്ഞാൽ ജപിക്കുകയൊന്നുമില്ല, നമ്മളൊപ്പം ഇരുന്ന് ജപിക്കണം. നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ചിലവർ കാണാൻ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ആ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് ഒച്ചേർന്ന നേരം അച്ഛനും അമ്മയും കൂടി അവിടെ നമസ്കരിച്ചാൽ അതിനൊപ്പം കുട്ടി നമസ്കരിക്കില്ലേ? നമ്മൾ നമസ്കരിച്ച് കാണിച്ചു കൊടുക്കണം, അപ്പോൾ കുട്ടി അതുപോലെ നമസ്കരിക്കും. അതുപോലെ നമ്മൾ മടിയിൽ വെച്ച് നാമം ജപിച്ചാൽ കുഞ്ഞിനും, മടിയിലിരുന്ന് നാമം ജപിക്കുന്ന കുഞ്ഞിനും നമുക്കും രണ്ടുപേർക്കുമാണ് അതിൻ്റെ ഫലം. അതാണ് പറയണത്, നമ്മൾ ആചരിച്ച് തന്നെ കാണിച്ചു കൊടുക്കണം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ഇപ്പോൾ സ്വർഗലോകത്തിലിരിക്കുന്ന ജീവൻ ആ സ്വർഗത്തിലിരുന്നിട്ട് ചെയ്ത കർമ്മങ്ങൾ പിഴച്ചു പോയി ചെന്നുണ്ടാവും. സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകെ മഹീസുരനാകുന്നു. ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാളകുലത്തിങ്കൽ പിറക്കുന്നു. അസുരന്മാരായിട്ട് ജനിച്ചവരാണ്, അവർക്ക് മനസ്സിലാവുകയാണ്, അത് അവർക്ക് തിരിച്ചറിവുണ്ടാവുകയാണ്.
ആ ഏതോ കർമ്മപ്രാരാബ്ധം കൊണ്ട് ഞങ്ങൾ അസുരന്മാർ വിഭീഷണനൊക്കെ അറിഞ്ഞൂടെ, അസുര കുലത്തിലാ ജനിച്ചേ. പക്ഷെ ശ്രീരാമനെ സേവിച്ചു. അസുരന്മാർ സുരന്മാരായിടുന്നു, അമരന്മാർ മരങ്ങളായിടുന്നു. നളകൂപര മണിഗ്രീവന്മാര് അവര് വന്നിട്ട് എന്ത് ചെയ്തു? മരങ്ങളായിട്ട് ഭൂമിയിൽ നിൽക്കേണ്ടി വന്നു. അതിനെയാണല്ലോ കൃഷ്ണൻ പിന്നീട് ഒരല് വെച്ച് വലിച്ചു തട്ടിയിട്ടത്. അജം തത്തു ഗജമായി പിറക്കുന്നു, ഗജം ചത്തങ്ങജവുമായിടുന്നു. നരീചത്തു നരനായി പിറക്കുന്നു, നാരിചത്തുടനോരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപഞ്ചത്തു കൃമിയായി പിറക്കുന്നു. വലിയ രാജാവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കർമ്മത്തിന്റെ ഫലം അനുസരിച്ച് കൃമിയായിട്ടാവും പിന്നെ ജനിക്കുന്നുണ്ടാവുക. ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു. ഈശ്വരന്റെ വിലാസങ്ങളിങ്ങനെ കീഴ്മേലിങ്ങിനെ മണ്ടുന്ന ജീവന്മാർ ഭൂമി ഇന്നത്ര നേടുന്നു കർമ്മങ്ങൾ. സീമയില്ലാതോളം പല കർമ്മങ്ങൾ ഭൂമി ഇന്നത്ര നേടുന്നു ജീവന്മാർ. അങ്ങിനെ ചെയ്തു നേടി മരിച്ചുടൻ അന്യലോകങ്ങൾ ഓരോന്നിലോരോന്നിൽ ചെന്നിരുന്നു ഭുജിക്കുന്നു ജീവന്മാർ. തങ്ങൾ ചെയ്തോരു കർമ്മങ്ങൾ തൻ ഫലം ഒടുങ്ങിയിടും അതൊട്ടു നാൾ ചെല്ലുമ്പോൾ ഉടനെ വന്നു നേടുന്നു പിന്നെയും. അപ്പൊ ജനിക്കുക, മരിക്കുക, കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുക, ജനിക്കുക, ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പുണ്യവും പാപവും ഇല്ലാണ്ടായാൽ മാത്രമാണ് ഒരു ജീവന് മുക്തനാവുള്ളൂ. പിന്നെ ജനന മരണങ്ങൾ ഇല്ലാണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവനും ഈശ്വരനിലെ അല്ലെ. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മഫലം എന്താന്ന് ഈശ്വരൻ നിശ്ചയിച്ചോട്ടെ അല്ലേ. സർവ ധർമാൻ പരിത്യജ്യ മാമേകം എന്നാണ് ഭഗവാൻ. എല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ട് അവനെ നമ്മൾ ചെയ്യാണ്ടിരിക്കുന്നല്ല. അത് ഞാനാണാ ചെയ്യണമെന്നുള്ള ഭാവം ഉപേക്ഷിച്ചിട്ട് എല്ലാം ഈശ്വരന് സമർപ്പിച്ചാൽ ഭഗവാൻ അവരെ രക്ഷിക്കുന്നു പറയണം. തൻ്റെ ഗൃഹത്തിങ്കൽ നിന്നുടൻ കൊണ്ടുപോന്ന ധനം കൊണ്ടു നാം എല്ലാം മറ്റെങ്ങാനും ഒരിടത്തിരുന്നിട്ടു വിറ്റൂണെന്നു പറയും കണക്കിനെ. ഹോട്ടലിലൊക്കെ പോയി കഴിയുക, ഉല്ലാസയാത്ര പോയിട്ട് പോയി വീട്ടിൽ നിന്ന് പൈസ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് സമ്പാദിച്ച് അപ്പോഴാണ് കേട്ടേ ഏതോ ഒരു രാജ്യത്ത് അവൾക്ക് കൊടുക്കണമെങ്കിൽ പൈസ എയറോപ്ലെയിനിൽ പോകണം. അവിടെ ചെന്ന് ഇങ്ങനൊരു സ്ഥലമുണ്ട് എത്ര, അപ്പോൾ അവിടേക്ക് പോകണമെന്ന് ആഗ്രഹം തോന്നി. അതിന് വേണ്ടിയിട്ട് അന്നം ആഹാരമൊന്നും കഴിക്കാണ്ട് കൂട്ടി വെച്ച് പൈസയൊക്കെ സമ്പാദിച്ച് പ്ലെയിൻ ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയായി. അതൊക്കെ കഴിഞ്ഞാൽ പ്ലെയിനിലേക്ക് പോകാനായിട്ട് രാവിലെ എല്ലാം ഒരുക്കി വെച്ച് പെട്ടിയൊക്കെ ഒരുക്കി വെച്ചു. രാവിലെ ചെന്ന് ഭാര്യ വിളിച്ചപ്പോൾ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയും കാലം അതിന് വേണ്ടി ആഗ്രഹിച്ചു. എന്നിട്ട് എന്തുണ്ടായി? അത് പോയി. അതുപോലെ അഥവാ പോയാലോ ഈ ഇത്രയും 1 2 കൊല്ലമൊക്കെ ജോലി എടുത്ത് സമ്പാദിച്ച പൈസ മുഴുവൻ ഒരു ദിവസം കൊണ്ട് അവിടെ ചിലവായി. അത് കഴിഞ്ഞാൽ അവരവിടെ നിന്ന് പിരിച്ചുവിടും. പിന്നെ അവിടെ നിർത്തില്ല കയ്യിലുള്ള പൈസ കഴിയുമ്പോൾ. കർമ്മങ്ങൾക്ക് അപ്പോൾ ഇത് കാരണം കൊണ്ട് ഇതിനൊക്കെ ഈ കർമ്മങ്ങൾക്ക് ആ വിളഭൂമി എവിടെയാണ്? ഈ ജന്മദേശമായ ഭൂമിയിലാണ് എന്ന് പറയുന്നു. കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധിയാ നിർണയം. ഇപ്പം സ്വർഗത്തിൽ പോയിട്ട് നമ്മുടെ കർമ്മപ്രാരാബ്ധം കൊടുക്കാൻ പറ്റില്ല. നരകത്തിൽ പോയിട്ട് ആ ചെയ്തത് മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് ആ കർമ്മപ്രാരാബ്ധമൊക്കെ ഒടുങ്ങിയിട്ട് ഈശ്വരനിൽ ലയിക്കണമെങ്കിൽ അവിടെ തന്നെ വരണം, ഭൂമിയിൽ തന്നെ വരണം. ഭക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും സക്തരായ വിഷയീ ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവ് ഭൂമി ശിവ ശിവ. ഈ ഭൂമിയിൽ പല വിധത്തിലുള്ള ആൾക്കാരെ കാണാം അല്ലേ, ഭക്തന്മാരായുള്ളവർക്ക്. അതിന് വേണ്ട ഭക്തിയെ പോഷിപ്പിക്കാൻ വേണ്ട പലതും നമുക്ക് അതിന് നല്ല നല്ല പ്രകൃതികൾ അല്ലെ. ആ പ്രകൃതിയിൽ അവിടെയൊക്കെ ചെന്നിരുന്ന് ഏകാന്തത്തിൽ ഇരിക്കാനും തപസ് ചെയ്യാനും അങ്ങനെ ഇരിക്കാനുള്ള ആ ഒരു സ്ഥലങ്ങളൊക്കെ ഭൂമിയിലുണ്ട്. മോക്ഷമൊക്കെ ഉള്ളവർ അവിടെയൊക്കെ പോയിരുന്ന് നല്ലോണം ധ്യാനത്തിലിരുന്ന് ആ ജീവൻ മുക്തി നേടുന്നവരുണ്ട്. വിഷയാസക്തരായിട്ടുള്ളവർക്ക്
ആ ഭൂമിയിൽ നല്ലോണം കൃഷി ചെയ്ത് സമ്പാദിച്ച് ധനം ഉണ്ടാക്കി വേണ്ടതുപോലെ അതിനും ഭഗവാൻ അവിടെ ഭൂമി അങ്ങനെ ആര് എന്തൊക്കെ ആഗ്രഹിക്കണോ ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനുള്ളതൊക്കെ ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. വിശ്വനാഥന്റെ മൂലപ്രകൃതി താൻ പ്രത്യക്ഷേണ വിളങ്ങുന്നു ഭൂമിയായി അവനീതല പാലനത്തിനല്ലോ അവതാരങ്ങളും പലതോർക്കുമ്പോൾ. പല വിധത്തിലുള്ള അവതാരങ്ങളുണ്ട്. ഈ അവതാരങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രീകൃഷ്ണാവതാരം തന്നെ ഭൂമി കരഞ്ഞു പറഞ്ഞു. ഇവിടെ അസുരന്മാരായിട്ടുള്ളവരുടെ പാപകർമ്മങ്ങൾ ചെയ്തവരുടെ ശക്തി കൊണ്ട് എനിക്ക് നിലനിൽപ്പില്ലാണ്ട് എനിക്ക് പറ്റണില്ല, എൻ്റെ ശരീരം മുഴുവൻ വേദനിക്കണമെന്ന് കരഞ്ഞ് പശുരൂപത്തിൽ ചെന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ അപ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ അവതരിച്ചത്. അതുപോലെ യജ്ഞവരാഹനായിട്ട് വന്നത് എന്തിനാ? ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓരോ അവതാരങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ്? ആ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഓരോ അവതാരങ്ങളും. അതുകൊണ്ടു വിശേഷിച്ചു ഭൂലോകം 14ലും ഉത്തമമെന്നല്ലോ വേദവാദികളായ മുനികളും വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. ലവണാംബുദി മധ്യേ വിളങ്ങുന്ന ജംബുദ്വീപൊരു യോജനാലക്ഷവും സപ്തദ്വീപുകളുണ്ടതിലെത്രയും ഉത്തമമെന്നു വാഴ്ത്തുന്നു. പിന്നെയും ഭൂപത്മത്തിനു കർണികയായിട്ടു ഭൂധരേന്ദ്രനതിലല്ലോ നിൽക്കുന്നു. ഇതിലൊമ്പതു ഖണ്ഡങ്ങളുണ്ടല്ലോ അതിലുത്തമം ഭാരതഭൂതലം. ആ ഭൂമിയിലെ ഏറ്റവും ഉത്തമമായ സ്ഥലമാണ് ഭാരതം. ഭാരതത്തിലെ പണ്ട് കാലത്തെ ഈ സനാതന ധർമ്മം മാത്രമേ ഭാരതത്തിലുണ്ടായുള്ളൂ. മറ്റുള്ള ഇപ്പം നമ്മൾ പറയണ ജാതിയും മതവും ബുദ്ധിമുട്ടുകളൊക്കെ ഒന്നും ഈ ഭാരതത്തിലുണ്ടായതല്ല, പിന്നീട് വന്നവരാണ്. മറ്റുള്ളതൊക്കെ പിന്നീട് വന്നവരാണ്. ഇവിടെ സനാതന ധർമ്മം ആ ഋഷീശ്വരന്മാരെ അങ്ങനെയായിരുന്നു ഭാരതത്തിലുണ്ടായിരുന്നത്. സമ്മതരായ മാമുനി ശ്രേഷ്ഠന്മാർ കർമ്മക്ഷേത്രമെന്നല്ലോ പറയുന്നു. കർമ്മബീജമതിന്നു മുളയ്ക്കണ്ടു ബ്രഹ്മലോകത്തിലിരിക്കുന്നവർക്കും കർമ്മബീജം വരട്ടിക്കളഞ്ഞുടൻ ജന്മനാശം വരുത്തേണമെങ്കിലും കർമ്മം ചെയ്തിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ട് ബ്രഹ്മലോകത്ത് എത്തണോ? അതിന് ഭാരതമാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ കർമ്മങ്ങളൊക്കെ എല്ലാ കർമ്മങ്ങളും ഈശ്വരന് സമർപ്പിച്ചിട്ട് പുണ്യമില്ല പാപമില്ലാത്ത ഒരു ഭാവത്തിൽ നിർഗുണമായിട്ട് വന്നിട്ട് ആ കർമ്മബീജത്തെ ഇല്ലാണ്ടാക്കിയിട്ട് ജന്മനാശം വരുത്തി ഈശ്വരനിൽ അലിഞ്ഞു ചേരണോ? അതിനും ഭാരതത്തിൽ മാത്രമേ പറ്റുള്ളൂ എന്ന്. ഭാരതമായ ഖണ്ഡമൊഴിഞ്ഞുള്ള പാരിലെങ്ങുമെളുതല്ല നിർണയം. അത്ര മുഖ്യമായുള്ളൊരു ഭാരതം ഇപ്രദേശമെന്നെല്ലാരും ഓർക്കണം. യുഗം 4ലും നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. ആ യുഗം 4ലും ഏറ്റവും പ്രധാനപ്പെട്ട കലിയുഗമാണ്. അത് എന്തുകൊണ്ടാണ്? മുക്തി ഉണ്ടാവാൻ ഏറ്റവും എളുപ്പം. എങ്ങനെയാ വേണ്ടേ? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ. അപ്പൊ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന രാമ നാരായണ കേശവ ദാമോദര അച്യുത ആനന്ദ ഗോവിന്ദ, ഇഷ്ടം പോലെ എണ്ണമറ്റ തിരുനാമുണ്ട്. ഏതെങ്കിലും നാമം ജപിച്ചാൽ നമുക്ക് ആ മുക്തി ലഭിക്കുന്ന പറയണേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതുമില്ല യത്നാമറിഞ്ഞാലും. കലികാലത്ത് വേറെ ഒരു പ്രയത്നവും വേണ്ട, നാമം ജപിച്ചാൽ മാത്രം മതി. അതു ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ 13ലുമുള്ള ജനങ്ങളും
മറ്റു ദ്വീപുകളാറിലുമുള്ളോരും മറ്റു ദ്വീപുഖണ്ഡങ്ങളെട്ടിലുമുള്ളോരും മറ്റു 3 യുഗങ്ങളിലുള്ളോരും മുക്തി തങ്ങൾക്കു സാധ്യമല്ലായ്കയാൽ ബാക്കിയുള്ള കാലത്ത് അതിലൊന്നും മുക്തി ലഭിക്കില്ല. കലികാലത്ത് ഭാരതഖണ്ഡത്തിൽ വന്ന് പറഞ്ഞിട്ട് ഈശ്വരനാമം ജപിച്ചിട്ടേ മുക്തി ലഭിക്കുള്ളൂ. ജനന മരണങ്ങളിൽ നിന്ന് രക്ഷയുള്ളൂ. അപ്പം നമുക്ക് അത്രയും ഈ ഒരു കാലത്ത് ഭാരതത്തിൽ വന്ന് ജനിക്കാൻ കഴിഞ്ഞ അത്രയും സുഹൃതം ചെയ്ത ജീവനാണ്. അത്രയും നല്ലൊരു അനുഭവമാണ്. എന്നിട്ട് പോലും നമ്മൾ അതിനെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്താ പറയണേ? കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലീതാതരം കൈവണങ്ങിടുന്നു. ഇതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചുകൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ. ഈ ഭൂമിയില് ഭാരതഖണ്ഡത്തിലെ കലികാലത്ത് ജനിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് മറ്റുള്ള ദിക്കിലൊക്കെ ഇരുന്നിട്ട് ഓരോരുത്തരിങ്ങനെ കരയണു. ഭാഗ്യമില്ലല്ലോ, പുല്ലായിട്ടെങ്കിലും ജനിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ നാമം ജപിക്കണില്ല. ഭാരതഖണ്ഡത്തിങ്കൽ പിറന്നോരു മാനുഷർക്കും കലിക്കും നമസ്കാരം എന്നെല്ലാം പുകഴ്ത്തിയിടുന്നു മറ്റുള്ളോർ. എന്തിനിങ്ങനെ നാം പറഞ്ഞിടുന്നു? കാലമിന്നു കലിയുഗമല്ലയോ, ഭാരതാമി പ്രദേശവുമല്ലയോ, നമ്മളെല്ലാം നരന്മാരുമല്ലയോ, ചെമ്മെ നന്നായി നിരൂപിപ്പിനെല്ലാരും ഒന്ന് ചിന്തിക്കണേ. വെറുതെ ഇങ്ങനെ കേട്ടിട്ടോ വായിച്ചിട്ടോ മനപ്പാടാക്കിയിട്ടോ കാര്യമില്ല. നമ്മളൊന്ന് ആലോചിക്കണേ. ഇത് കലികാലാണ്, കലിയുഗാണ്, ഭാരതത്തിലാണ് ജനിച്ചത്, മനുഷ്യരായിട്ടാണ് ജനിച്ചത്, നാമം ജപിക്കാൻ നാവോട് കൂടിയിട്ടാണ് ജനിച്ചത്. അതൊന്ന് ആലോചിക്കണേ എന്നതാ പറയണു. ആരാ പറയണേ? പൊന്താന മുത്തച്ഛനാ പറയണേ. അങ്ങനെ സ്വർഗത്തിലേക്ക് ആ ഭഗവാൻ തന്നെ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹം നമ്മുടെ മുമ്പിൽ അനുവർത്തിച്ച് കാണിച്ചു തന്നു. പറ്റും, നിങ്ങളെന്താ ശ്രമിച്ചാൽ പറ്റും എന്ന് അദ്ദേഹം കാണിച്ചു തന്നു. അദ്ദേഹം അങ്ങനെയുള്ള ബോധാരമുത്തച്ഛനാ പറയണത്. ഹരിനാമങ്ങളില്ലാതെ പോകയോ. അപ്പൊ ഇപ്പോഴുള്ളവർക്ക് എന്താ ഹരിനാമങ്ങളൊന്നും ജപിക്കുന്നില്ല. എന്തുകൊണ്ടാ ജപിക്കാത്ത? നരകങ്ങളിൽ പേടി കുറകയോ. നരകങ്ങളില്ല ഇല്ല ഇല്ല എന്ന് വാദിക്കണവരെ ആ മെഡിക്കൽ കോളേജിലൊക്കെ ചെന്ന് എല്ലാ വാർഡിലൊക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി. നരകങ്ങളുണ്ടോ ഇല്ലയെന്നൊക്കെ അവിടെ പോയി നോക്കിയാൽ കാണാം. അതുപോലെ അത്യുന്നതയിൽ നിന്നിട്ട് നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും നല്ല രീതിയിലൊക്കെ ആയിട്ട് അവിടെ നിന്ന് ടപ്പ് വന്ന് താഴത്തേക്ക് വീണ ആൾക്കാരുടെ ഗതികളും നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇതൊക്കെ സത്യമാണോ, ഇതൊക്കെ നുണയാണോ എന്നുള്ളത്. എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ മതി, പിന്നെ ആശുപത്രിയിൽ നിന്ന് കയറി ഇറങ്ങാനേ നേരം ഉണ്ടാവുള്ളൂ. അങ്ങനെ കയറി ഇറങ്ങേണ്ട ഒരവസ്ഥ വന്നു വെച്ചാലും ഈശ്വരൻ കൂടെ ഉണ്ട്. അത് ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ്, അനുഭവിച്ചു തന്നെ തീരുള്ളൂ എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഭയം ഉണ്ടാവില്ല. കഷ്ടം നിരൂപണം കൂട ഹരിനാമങ്ങളില്ലാതെ പോകയോ. നരകങ്ങളിൽ പേടി കുറകയോ. നാവു കൂടാതെ ജാതന്മാരാകയോ. നമുക്കിന്നീ വിനാശമില്ലായകയോ. ഇനി നാവൊന്നും ഇല്ലായിരിക്കും അവർക്ക് നാമം ജപിക്കാൻ. അത്ഭുതത്തോടു കൂടിയിട്ടാണ് ചോദിക്കണേ. ഇനി ഞാനൊന്നും മരിക്കുകയില്ല, ഞാൻ ശാശ്വതമായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നതാണോ അവരുടെയൊക്കെ വിചാരം? കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടുതിന്നുന്നു ജന്മം പഴുതേ നാം. ഇത്ര നല്ലൊരു മനുഷ്യ ജന്മം കിട്ടിയിട്ട് വെറുതെ ആ തീയിൽ കൊണ്ടെന്ന് വെച്ച് ചുട്ട് കളയാനായിട്ട് നശിപ്പിച്ച് കളയാണല്ലോ എന്ന് സങ്കടപ്പെടുകയാണ്. ഈ മനുഷ്യജന്മം കിട്ടാൻ എത്ര കഷ്ടപ്പെടണമെന്നറിയോ? എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ. എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും, മലത്തിൽ നടക്കുന്ന പുഴുക്കളൊക്കെ ആയിട്ട് എത്ര ജന്മം ജീവിച്ചിട്ടുണ്ടാവും. എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും, എത്ര ജന്മം മരങ്ങളായി നിന്നതും,
എത്ര ജന്മം, എത്രയോ തവണ മരിച്ചും ജനിച്ചും മരങ്ങളായിട്ടും പുഴുക്കളായിട്ടും പക്ഷികളായിട്ടും മൃഗങ്ങളായിട്ടും കൃമികളായിട്ടൊക്കെ കഴിഞ്ഞു. അതു വന്നിട്ട് വണ്ണം ലഭിച്ചൊരു മർത്യ ജന്മത്തിൽ മുമ്പേ കഴിച്ചു നാം. 84 ലക്ഷം യോനികളിലൂടെ കടന്നു പോയിട്ടാണ് ഒരു മനുഷ്യജന്മം കിട്ടണേന്നാ പറയണേ. അത്രയും പണിപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണാതറിഞ്ഞാലും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. കേട്ടോ, ആ സത്യമാണ് അവിടെ. ഒരു കാറ്റ് പോലും ഉണ്ടായില്ല ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ. 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി. ഇനിയിപ്പോ ജനിച്ചു മനുഷ്യനായിട്ട്. അപ്പൊ എന്താ, 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി. അപ്പൊ ഈ വയറ്റിൽ കിടക്കണ കുഞ്ഞ് പറയത്രേ, പുറത്തേക്ക് വന്നാൽ ഞാൻ ഈശ്വര വിചാരത്തോടു കൂടി അത്രയും ദുഃഖങ്ങളും ദുരിതങ്ങളാണ് അനുഭവിക്കണേ. വയറ്റിൻ്റെ ഉള്ളിലുള്ള ആ ബുദ്ധിമുട്ടും ചൂടും എരിവും ഇതൊക്കെ ആയിട്ടുള്ള നീറ്റലൊക്കെ ആയിട്ടാണ് കിടന്ന് പെടഞ്ഞിട്ട് പറയും, വന്നാൽ ഈശ്വരൻ്റെ നാമം ജപിച്ചോളാം, ഈശ്വരനെ മറന്ന് ജീവിക്കില്ല എന്ന് നമ്മൾ വയറ്റിൻ്റെ ഉള്ളിൽ വെച്ച് സത്യം ചെയ്യുന്ന പറയണേ. 10 12 ഉണ്ണിയായിട്ടും പോയി 12 വയസ്സ് വരെ കുട്ടികളെ എന്നുള്ള ഭാവത്തിൽ തന്നെത്താൻ അഭിമാനിച്ചു പിന്നീടം തന്നെത്താൻ അറിയാതെ കഴിയുന്നു. അതങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നുള്ള ഭാവം വരികയാണ്. പിന്നെ അഹങ്കാരത്തോട് കൂടിയിട്ട് എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടണേന്ന് നമുക്ക് തന്നെ അറിയില്ല. അതുപോലെ ആര് പറഞ്ഞാലും കേൾക്കാണ്ട് ഒന്നുമില്ലാണ്ട് ഈശ്വരയില്ല അത് പറഞ്ഞ് നടക്കണം. ഇത്ര കാലാമിരിക്കൂമിനി എന്ന് സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ. നീർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു. ഓർത്തറിയാതെ പാടുപെടും നേരം നേർത്തുപോകൂമതെന്നേ പറയാവൂ. ഓരോന്നും അത് നേടണം ഇത് നേടണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴൊക്കെ ആലോചിക്കുക. ഓരോ വർഷവും നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഊതിക്കിടത്തി കേക്ക് ഇതൊക്കെ പൊട്ടിച്ച് പടക്കൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുമ്പോൾ ആലോചിക്കുക, അതോ തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നാഴികക്കല്ല് കഴിഞ്ഞു പോയി. 2 വയസ്സ് എന്ന് പറഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളതേ ഉള്ളൂ കേട്ടോ. 3 കൊല്ലം കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളതേ ഉള്ളൂ കേട്ടോ. ശ്രദ്ധിച്ചോളോ എന്നാ പറയണത്. അപ്പം നമ്മൾ ഇനി വരാൻ പോണത് ഇനിയും എന്നൊരു ഊതി കിടത്തും. അത്രമാത്രമിരിക്കുന്ന നേരത്തു കീർത്തിച്ചിടുന്നതില്ലാതിരുനാമം സ്ഥാനമാനങ്ങൾ. ആ നാമം ജപിക്കണ നേരം എന്താ ചെയ്യണേ? ഈ സമയത്ത് നാമം ജപിക്കാണ്ട് സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലാഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. മതമത്സരം ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നിതു ചിലർ. ചഞ്ചലാക്ഷിമാർ വീടുകളിൽ കുഞ്ചിരാമനായാടുന്നിതു ചിലർ. കോലകങ്ങളിൽ സേവകരായിട്ടു കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ. കോലകങ്ങളെ വലിയ വലിയ ആൾക്കാരുടെ സേവ ചെയ്തിട്ട് അവരുടെ ആളാണെന്ന് നിലയ്ക്ക് നടക്കും. അവർ നമ്മളെ കൊണ്ട് അവരുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ നിയോഗിക്കണേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളെ പുറത്തേക്ക് തള്ളും. ഇതൊന്നും അറിയില്ല, ഞാൻ ഇന്ന ആളുടെ ആളാണ്, ഞാൻ ഇവരുടെ കൂടെയാണ്, ഞാൻ അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ആൾ. ചിലപ്പോൾ ആ ആൾ ഇവരെ അറിയുന്ന കൂടി ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ അതറിയണത് ഈ രാഷ്ട്രീയത്തിൽ പോകണവരോട് നോക്കിയാൽ ഈ രാഷ്ട്രീയത്തിലൊക്കെ പറയുമ്പോൾ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളെ എൻ്റെ സ്വന്തം എന്നൊക്കെ ഇവർ പറയും. ആ ആളോട് ചോദിക്കുമ്പോൾ ഇതാരാന്ന്, ഇതാ ഞാനറിയില്ല എന്ന് പറയുമ്പോൾ അവർ അത്രയേ ഉള്ളൂ. വെറുതെ പറയാണ്, അങ്ങനെ പറഞ്ഞിങ്ങനെ നടക്കും. എന്നിട്ട് ജീവിതം മുഴുവൻ കഴിഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി? അപ്പം ചിലവരോ ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ട് എന്തെങ്കിലും ജോലി ഇതൊക്കെ ചെയ്തിട്ട് കുടുംബം പുലർത്തണം എന്ന് വിചാരിച്ചിട്ട് രാവും പകലും ഇല്ലാണ്ട് നടക്കാൻ സന്ധ്യയോളം നടക്കുന്നിതു ചിലർ. അങ്ങനെ നടക്കണവരുണ്ട്. അതുകൂടാണ്ട് ചിലരെങ്ങനെയാ, അച്ഛനും പുനാരമ്മയ്ക്കും ഭാര്യയ്ക്കും ഉമ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അച്ഛനമ്മമാരെയോ ഭാര്യയോ ഒന്നും നോക്കാണ്ട് സ്വന്തം സുഖം മാത്രം അന്വേഷിച്ച് അങ്ങനെ നടന്ന് മദിരാക്ഷിയൊക്കെ ആയിട്ട് നടന്ന് ജീവിതം നശിപ്പിച്ച് കളയണം. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ആരെങ്കിലും അറിവുള്ളവർ പറയും, അതേ ഒരു മനുഷ്യ ജന്മം കിട്ടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ?
ആ അച്ഛനും അമ്മയും എത്ര കഷ്ടപ്പെട്ടിട്ടാ നിന്നെ വളർത്തിക്കൊണ്ടെന്നേ, ആ ഭാര്യ നോക്കൂ, നിനക്ക് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ കാത്തിരിക്കണേ എന്നൊക്കെ ചോദിച്ചാൽ ആരെങ്കിലും ചെന്നാൽ പിന്നെ അവർ ശത്രുക്കളായി. ശത്രുക്കൾ കണ്ടു ശിക്ഷിച്ചു ചെല്ലുമ്പോൾ, ശിക്ഷിക്കാന്ന് വെച്ചാൽ ഉപദേശിക്കുക എന്നുള്ള അർത്ഥമാണ്. ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ, വന്ദിതന്മാരെ കാണുന്ന നേരത്തെ. മഹാത്മാക്കളായവരെ കണ്ടാൽ അവരെ മഹത്വം ഒന്നും തിരിച്ചറിയാണ്ട് അവരെങ്ങനെ പരിഹസിക്കുക. നമുക്ക് എന്താ അർഹതയുണ്ട് മറ്റൊരാളെ പരിഹസിക്കാൻ? പലരും പറയും മഹാത്മാക്കളായവരെ കണ്ട അവരങ്ങനെയാണ്, മനുഷ്യന്മാരാണ്, ആൾദൈവമാണ്, അതാണ് ഇതാണ്. അവർ നമുക്ക് വ്യക്തിപരമായിട്ട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. നമ്മളെന്തിനാ അവരെ നിന്ദിക്കാൻ പോണേ? വന്ദിക്കണ്ട, നിന്ദിക്കാൻ എന്തിനാ പോണേ? എങ്ങനെയാ അറിയില്ല മനുഷ്യൻ്റെ അവസ്ഥ. എല്ലാവരുടെ ഉള്ളിലും ആത്മാവായിട്ടിരിക്കേണ്ട ഈശ്വരനാണ്. ആ ഈശ്വര ചൈതന്യം അവനവൻ്റെ ഉള്ളിലുള്ളതിനെ കൂടുതൽ മാനവൻ മാധവനാവും. മാനവൻ എപ്പോഴാണ് മാധവനാവുക? നമ്മുടെ ഉള്ളിലുള്ള ആ കലികൽമഷങ്ങളൊക്കെ തീർന്ന്, മനോമാലിന്യങ്ങളൊക്കെ തീർന്ന് ഉള്ളിൽ പരിശുദ്ധമായാൽ മാനവൻ മാധവൻ ഈശ്വരനായി. മനുഷ്യനും ഈശ്വരനും ഒന്ന് തന്നെയാണ്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ളതിനെ മാറ്റിയിട്ട് അവർക്ക് അങ്ങനെ ഉയരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതിനെ പലർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. നമ്മുടെ ഉള്ളിലുള്ള മനസ്സ് വെച്ചിട്ട് നമ്മൾ വേറൊരാളെ മഞ്ഞക്കണ്ണട വെച്ച് നോക്കണതെല്ലാം മഞ്ഞായിട്ട് കാണണമെന്ന് പറയണ പോലെ, നമ്മൾ മറ്റുള്ളവരെയൊക്കെ നോക്കണ സമയത്ത് അവരുടെ ചീത്തത്തരാണോ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നല്ലതല്ല. അങ്ങനെ വിചാരിച്ചാൽ മതി. ഒരാളെ നോക്കിയിട്ട് അവരെ കുറ്റങ്ങളാണ് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നല്ലതല്ല. നമ്മുടെ കണ്ണ് നല്ലതല്ല. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ ചീത്തത്തുണ്ടെങ്കിൽ ചീത്തയായിട്ട് കാണുള്ളൂ. നമ്മുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ അവർ ചീത്തത്തരാ ചെയ്യണമെന്ന് വെച്ചാൽ അത് നല്ലതായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ അത് നമ്മുടെ വീക്ഷണം നമുക്ക് അനുസരിച്ചിട്ടാണ്. വന്ദിതന്മാരെ കാണുന്ന നേരത്തു നിന്ദിക്കത്രേ പറയുന്നിതു ചിലർ, കൺക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീ വണ്ണം നിൽപ്പൂവെന്നും ചിലർ, ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു ബ്രഹ്മാവും എനിക്കൊക്കെയെന്നും ചിലർ. അറിവുണ്ട്, ഞാൻ വലിയ ശ്രേഷ്ഠനാണ്, ബ്രഹ്മാവിനോളം വലുപ്പമാണ്. ബ്രഹ്മാവിന് പോലും എൻ്റെ അത്രയ്ക്ക് ഇതില്ല, അത്രയ്ക്കും വലിയ അറിവുള്ള ആളാണ്. പക്ഷെ ഒന്നും ഉണ്ടാവില്ല. അത് അങ്ങനെ ആ അഹങ്കാരം വന്നവന്, അറിവുള്ളവർക്ക് ഒരിക്കലും അഹങ്കാരം ഉണ്ടാവില്ല. നിറയെ കായ്കളുള്ള മരത്തിൻ്റെ തല ചാഞ്ഞേ നിൽക്കുള്ളൂ, അതല്ലാത്തവർ ഉയർന്നു പോവുള്ളൂ. അപ്പോൾ അറിവുണ്ടെങ്കിൽ അഹങ്കാരം ഉണ്ടാവില്ല. അപ്പം ആരെങ്കിലും അങ്ങനെ അഹങ്കാരം കാണിക്കേണ്ടോ? അവർക്കൊന്നും അറിയില്ല. അതിന് അർത്ഥം അർത്ഥാശക്യു വിരിതു വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നിതു ചിലർ. ചിലവരൊക്കെ അഗ്നിഹോത്രിയൊക്കെ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണെന്നല്ലോ? കയ്യിലുള്ള പൈസ ചിലവാക്കി 4 ആളെ കൊണ്ട്. അതിനുണ്ടല്ലോ ആ വരുന്ന ആളില്ലേ, അഗ്നിഹോത്രം ചെയ്ത ആളാ, ആ പേര് പ്രശസ്തിയൊക്കെ ഉണ്ടാവാൻ. അതുകൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല. അതിനേക്കാളും ഭേദം നേരത്തെ പറഞ്ഞ പോലെ ഒരു നെല്ലിക്ക മുത്തശ്ശി കൊടുത്ത പോലെ കൊടുക്കുമ്പോൾ അതാണ് ശ്രേഷ്ഠാവുക. സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നിതു ചിലർ, മത്തേഭം കൊണ്ടു കച്ചവടം ചെയ്തും ഉത്തമ തുരങ്കങ്ങളതുകൊണ്ടും അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ടും എത്ര നേടുന്നിതർത്ഥം. ശിവ ശിവ. മറ്റുള്ളവരെയൊക്കെ പല വിധത്തിൽ പറ്റിച്ചിട്ടൊക്കെ ഓരോരുത്തർ പൈസ ഉണ്ടാക്കുകയാണ്. വൃത്തിയും കെട്ടു ധൂർത്തരായപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു. പൈസ വേണം പൈസ വേണം പൈസ വേണം എന്ന് വിചാരിച്ചാൽ എത്ര കിട്ടിയാലും മതിയാവില്ല. ഒരിക്കല് ഒരു പിശാചുണ്ട് അത്രേ, നമ്മളെ നശിപ്പിക്കാൻ നടക്കുന്ന ഒരു പിശാചാണ്. ആ പിശാച് ഇടയ്ക്ക് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, ധനം വേണമെന്ന് ചോദിക്കും. വേണമെന്ന് പറയും. അപ്പോൾ അവരെന്ത് ചെയ്യും? യക്ഷൻ്റെ ധനം എന്നാ പറയുക. ഒരു യക്ഷനാണ് പിശാച്. വേണം എന്ന് പറയും. എന്നിട്ട് കൊണ്ടുവന്ന് തരും. അപ്പോൾ 9 കലങ്ങളിൽ നിറച്ച് ധന കൊണ്ടുവന്ന് വെച്ച് തുറന്ന് നോക്കുമ്പോൾ നിറച്ച് ധനം ഉണ്ട്. 9 കലങ്ങൾ. അതിൽ ആ 9ാമത്തെ കലം പകുതിയുള്ളൂ. അപ്പോൾ ഇതും കൂടി നിറഞ്ഞ് എന്ത് സുഖമായിരുന്നേനെ. പിന്നെ അത് നിറയൂല്ല. അങ്ങനത്തെ ഒരു ധനമാണ്. അപ്പം എന്ത് ചെയ്യുള്ളതൊക്കെ വിറ്റാലിടാൻ നോക്കും, കടം മേടിക്കും. അങ്ങനെ നോക്കി ഇതും കൂടി സമ്പാദിക്കുക. അതുപോലെയാണ് അർത്ഥം. സമ്പാദിക്കാൻ അതുപോലെയാണ്. അങ്ങനെ എത്ര നോക്കിയാലും അത് നിറയൂല്ല. അങ്ങനെ നശിച്ച് ഫലത്തിന് വേണ്ടി വിചാരിച്ച് ഇതൊന്നും ഉപയോഗിക്കൂല്ല. അവനവനോട്ട് ഉപയോഗമാവില്ല. അവനവൻ്റെ ആയുസ് പോവുകയും ചെയ്യും എന്ന് പറയണു.
അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം. 10 കിട്ടുകിൽ 100 മതിയെന്നും, ശതമാകിൽ സഹസ്രം മതിയെന്നും. 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ അയുധാമെങ്കിൽ ആശ്ചര്യമെന്നതും. ആശയായുള്ള പാശാമതിങ്കെന്നു വെറുവിടാതെ കരേറുന്നു മേൽക്കുമേൽ. ഇത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ എല്ലാവരും. അപ്പോൾ അങ്ങനെയാണ് ആഗ്രഹം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ പൈസ സമ്പാദിച്ച് ഇഷ്ടം പോലെ പൈസ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇന്ന് 50, നാളെ 100 ആക്കണം എന്നിങ്ങനെ കണക്കാക്കി വെക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വയ്യായോ ബുദ്ധിമുട്ടോ വന്നു, അപ്പോൾ അവർ സത്തുക്കൾ ചെന്നിരന്നാലായ അർത്ഥത്തിൽ സ്വല്പം പോലും ചില ദുഷ്ടന്മാർ പറയും എന്തെങ്കിലും തരണം. ഇങ്ങനെ ഒരു ആശുപത്രി കേസ് വന്നതുകൊണ്ടാണ് 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു തരാം. അപ്പോൾ അയ്യോ എൻ്റെ ഒറ്റ പൈസ ഇല്ല എന്ന് പറഞ്ഞു. ഞാനേ അതിൽ ഒരു ഇതുണ്ട് 90,000 രൂപയുണ്ട്. ഞാൻ അത് തികയ്ക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ എന്ന്. ചത്തുപോം നേരം അങ്ങനെ സമ്പാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടാവണം കഴിഞ്ഞു പണി. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ചെന്ന് തൊട്ട് നോക്കിയപ്പോൾ ചെരിഞ്ഞു വീണു. കഴിഞ്ഞു പണി. ചത്തുപോം നേരം വസ്ത്രാമതു പോലും ഒത്തിടാ കൊണ്ടുപോകാനൊരുത്തർക്കും പശ്ചാത്താപമൊരെള്ളോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു. ഒരിക്കലും പശ്ചാത്താപമില്ലാണ്ട് മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും ഉപദ്രവിച്ചും ഒക്കെ പൈസ നേടാൻ ഒരു പശ്ചാത്താപമില്ല. ഇതിങ്ങനെ ചെയ്യാൻ ആരെങ്കിലും ചോദിച്ചാൽ അതെന്താ കുഴപ്പം, ഞാൻ എൻ്റെ കാര്യത്തിനാ, അതിനൊന്നും ഒരു പശ്ചാത്താപമില്ല. വിത്തത്തിലാശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ. സത്യമെന്നതു ബ്രഹ്മമതു തന്നെ സത്യമെന്നു കരുതുന്നു സത്തുക്കൾ. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ. അറിവുണ്ടെങ്കിൽ എന്താ അറിയണ്ടേ? അറിവ് കൊണ്ട് അറിയേണ്ട അറിവ് ഈശ്വരനെയാണ്. സർവത്തിനും സാക്ഷിയായിട്ട് നിൽക്കുന്ന ആ ഭഗവാനെയാണ് അറിയേണ്ടത്. അതിലും വലിയ അറിവില്ല. കോഴിക്കോട് ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് അവിടെ ഒരു ഗോപാലകൃഷ്ണ അയ്യരുണ്ടായിരുന്നു. അദ്ദേഹം വളരെയധികം പഠിച്ച് PhDയും കാര്യങ്ങളൊക്കെ നേടിയ അദ്ദേഹം അവസാനം എല്ലാത്തിനെയും ഉപേക്ഷിച്ച് തൻ്റെ വലിയ പദവിയെല്ലാം ഉപേക്ഷിച്ച് പോന്നു. കാരണം അദ്ദേഹം കുറേ എത്ര അന്വേഷിച്ചിട്ടും ഈ ഭാഗവതത്തിലുള്ള ആ ഈശ്വരൻ്റെക്കാളും അതായിട്ട് ഒന്നും ഒരു പഠിപ്പിലും കണ്ടെത്താൻ സാധിച്ചില്ല. അതിലൊക്കെ ഉപരിയാണ് ഈശ്വരൻ. എന്ത് നേടിയാലും കാര്യമില്ല, അതൊക്കെ നശിച്ചു പോണതാണ്. നശിച്ചു പോകാത്ത ഒന്നേ ഉള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കി എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ഒന്നിനും ആഗ്രഹമില്ലാണ്ട് അദ്ദേഹം വന്ന് ഭാഗവതവും ഉപാസനയും നാമജപമൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടി എന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ അടുത്താണ്. വയസ്സായി ഞാൻ കാണുമ്പോൾ. അപ്പം അങ്ങനെയുള്ളവരുണ്ട്. സത്യത്തിന് ചിലവരാണെങ്കിലോ ഇപ്പം നമ്മുടെ മഹത്വം ഓരോരുത്തർക്കും അവരവരുടെ മഹത്വം തിരിച്ചറിയാണ്ടാണ്. ഇത് നമ്മുടെ ഉള്ളിലിരിക്കേണ്ട ഈശ്വരനാണ്, ആത്മാവായിട്ടിരിക്കേണ്ട ഈശ്വരനാണ്. ആ ഈശ്വര ചൈതന്യത്തെയാണ് വളർത്തേണ്ടത്. അതിനുവേണ്ടി നാമം ജപിക്കണം. ആ ശക്തിയൊന്നും നമുക്ക് അറിയില്ല നാമം ജപിച്ചാൽ. അപ്പം എന്ത് ചെയ്യണു? അതെന്താ പറയുന്നത്? കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർഭം കഴുത. ആ കുങ്കുമത്തിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ അതിനോട് ചുമക്കാൻ പറഞ്ഞാൽ അതിങ്ങനെ ചുമക്കും. അതുപോലെ നമ്മൾ ജീവിത പ്രാരാബ്ധം ചുമന്ന് പോവുകയാണ്. ഈ ജീവൻ്റെ ആ വില അറിയാണ്ട് പോകണമെന്ന് പറയാം. കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ തൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നിതൊക്കെയും. കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ആ ആഗ്രഹം കൊണ്ടാണ് എല്ലാം വരണത് എന്ന് പറയണു. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ പറയണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ എണ്ണി കുറയുന്നിതായുസ്സും മണ്ടി കരേറുന്നു മോഹവും. വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിര എന്നും. കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രമശ്വതി നാളെന്നും.
ശ്രദ്ധമുണ്ടഹോ വൃശ്ചിക മാസത്തിൽ സദ്യയൊന്നു മെളുതല്ലി നീയെന്നും ഉണ്ണിയുണ്ടായി വേൽപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവു ഞാനെന്നും കോണിക്കൽ തന്നെ വന്ന നിലമതിൽ കാണമന്ന മടിപ്പിക്കരുതെന്നും അങ്ങനെ ഓരോന്ന് പറയണു. ഓണം വിഷു കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവിടെ സദ്യയുള്ള എന്താ കാര്യങ്ങളുള്ള അത് നടത്തണം ഇത് നടത്തണം എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഇത്തമോരൊന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ. ചത്തുപോവുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സാധാരണ ചത്തുപോവുക എന്ന് പറയില്ല, മരിക്കുക എന്നൊരു ബഹുമാനം കൊടുത്ത് പറയും. പക്ഷേ ഇങ്ങനെയുള്ള മനുഷ്യർ ചത്തന്നെയാ പോണേന്ന് പറയാ, അവർ ചത്തുപോകുന്നു. കാരണം ഈശ്വരനെ അറിയാണ്ടുള്ളവർക്ക് എന്ത് ശ്രേഷ്ഠതയല്ലേ. നല്ലൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് ഈശ്വരനെ അറിയാണ്ട് ഇരിക്കുമ്പോൾ ചത്തുപോകുന്നു പാവം ശിവ ശിവ. എന്തിനിത്ര പറഞ്ഞു വിശേഷിച്ചും ചിന്തിച്ചിടുവീനാവോളമെല്ലാരും കർമ്മത്തിൻ്റെ വലിപ്പവും ഓരോരോ ജന്മങ്ങൾ പലതും കഴിഞ്ഞെന്നതും കാലമിന്നു കലിയുഗമായതും ഭാരതഖണ്ഡത്തിൻ്റെ വലിപ്പവും അതിൽ വന്നു പിറന്നതും എത്ര നാൾ പഴുതേ തന്നെ പോയ പ്രകാരവും ആയുസ്സിൻ്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടിരിക്കുന്ന അവസ്ഥയും ഇന്നു നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥമെന്നതും. ഇത്രയും നമുക്ക് പറഞ്ഞു തന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നാമം ജപിച്ചാൽ നമ്മുടെ ആ ജന്മം സഫലമാകും എന്ന് പറയാൻ ഓരോന്ന് ഇതിപ്പോൾ ഇങ്ങനെയൊന്നുമല്ല, വിശദമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അത്രയും വളരെ ചുരുക്കിയിട്ട് ഏറ്റവും ചുരുക്കി പറഞ്ഞിട്ടാണ് ഇങ്ങനെ. ഇനിയുള്ള നരക ഭയങ്ങളും ഇന്നു വേണ്ടും നിരൂപണമൊക്കെയും എന്തിനു വൃഥാകാലം കളയുന്നു വൈകുണ്ഠത്തിനു പോയിക്കൊള്ളുവിനെല്ലാരും. എന്താ വൈകുണ്ഠം എന്ന് വെച്ചാൽ കുണ്ഠതയില്ലാണ്ട് ദുഃഖമില്ലാണ്ട് എപ്പോഴും ശാന്തിയോട് സമാധാനത്തോടു കൂടി ഇരിക്കണ ഇടാണ് വൈകുണ്ഠം. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങിനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. അർത്ഥമോ പുരുഷാർത്ഥമിരിക്കവേ അർത്ഥത്തിനു കൊതിക്കുന്നതെന്തിനോ മധ്യാന്മാർക്ക പ്രകാശമിരിക്കവേ ഗദ്യോദത്തെയോ മാനിച്ചു കൊള്ളേണ്ടു. നട്ടുച്ചയ്ക്ക് സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ മിന്നാമിന്നിനെ കാത്തിട്ടോ അല്ലെങ്കിൽ നക്ഷത്രങ്ങളെയൊക്കെ കാത്തു നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും നല്ലൊരു മനുഷ്യജന്മം കിട്ടിയിട്ട് നാവ് തന്നിട്ട് നാമം ജപിക്കാനായിട്ട് നാമങ്ങളുണ്ടായിട്ട് ഈശ്വരൻ തന്നിട്ട് അതിനെ വേണ്ടതുപോലെ ഉപയോഗിക്കണ്ടേ? ഉണ്ണികൃഷ്ണൻ അതിനു വേണമെങ്കിൽ എന്തു വേണം? അതിനു വേണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കണം. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കണമെങ്കിൽ ആ ഉണ്ണി ഉള്ളിൽ തെളിയണമെങ്കിൽ നാമം കൊണ്ട് മാത്രമേ ഉള്ളൂ. നാമത്തിന് മാത്രമാണ് നാമിയെ. നമ്മുടെ കുട്ടികളൊക്കെ ദൂരേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉറക്ക വിളിക്കണം. അവരെ പേര് വിളിച്ചാലാണ് അവർ തിരിച്ച് ഓടി വരുള്ളൂ അല്ലേ? അതിനാണ് ഓരോരുത്തർക്കും പേര് കൊടുത്തേക്കണം. നമ്മുടെ പേര് വിളിച്ചാൽ നമ്മൾ വരും. അങ്ങനെ ആ പേര് വിളിക്കാണ്ട് ഏയ് എന്ന് വിളിക്കുക, വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് ഒന്നും കാര്യമില്ല. പേരെന്നെ വിളിക്കണം. അതുപോലെ ഈശ്വരൻ നാമം ജപിക്കുക തന്നെ വേണം. ആ നാമം ജപിച്ചാൽ മാത്രമേ ഉണ്ണികൃഷ്ണൻ മനസ്സിലുണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ പിന്നെ മറ്റൊന്നും വേണ്ട നമുക്ക് എന്ന് പറയണം. മിത്രങ്ങൾ നമുക്കെത്ര ശിവ ശിവ, വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. മായ കാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ ജയ കാട്ടും വിലാസങ്ങൾ ഗോഷ്ഠികൾ. ഭുവനത്തിലെ ഭൂതികളൊക്കെയും ഭുവനം നമുക്കായാതിതു തന്നെ. വിശ്വനാഥൻ പിതാവു നമുക്കെല്ലാം. ആരുമില്ല എന്നൊന്നും സങ്കടപ്പെടണ്ട കേട്ടോ. നമ്മുടെ അച്ഛനാരാ? വിശ്വനാഥൻ പിതാവു നമുക്കെല്ലാം. വിശ്വധാത്രി ചരാചരാമാതാവും. ഭഗവാൻ അച്ഛനായിട്ടുണ്ട്, ഭൂമി അമ്മയായിട്ടുണ്ട്. അച്ഛനും പുനരമ്മയുമുണ്ടല്ലോ രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും.
ഭിക്ഷാന്നം നല്ലൊരന്നവുമുണ്ടല്ലോ, ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ. ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ. സിദ്ധകാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേ വരും. കാണാകുന്ന ചരാചരാജീവിയെ നാണം കൈവിട്ടു കുപ്പിസ്തുതിക്കണം. ഹരുഷാശ്രു പരിപ്ലുതനായിട്ടു പരുഷാദികളൊക്കെ സഹിച്ചുടൻ സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം. ഭക്തി തന്നിൽ മുഴുകിച്ച മഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം. പാരിലിങ്ങിനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരാബ്ധങ്ങൾ അശേഷമൊഴിഞ്ഞിടും. ഈശ്വരൻ്റെ നാമം ജപിച്ചിട്ട് എല്ലാത്തിനും ഈശ്വരനെ കണ്ട് നമസ്കരിച്ചുകൊണ്ട് എപ്പോഴും സന്തോഷത്തോട് കൂടിയിട്ട് സന്തോഷത്തിൻ്റെ കണ്ണുനീരാവണം കണ്ണില്ല എന്നാ പറയണേ. ആ സജ്ജനങ്ങളെയൊക്കെ കാണുമ്പോൾ നമസ്കരിച്ചുകൊണ്ട് ഈശ്വര കഥകൾ കേൾക്കുമ്പോൾ ആഹ്ലാദിച്ചുകൊണ്ട് നാമം ജപിക്കുമ്പോൾ ലയിച്ചുകൊണ്ട് ജപിച്ച് ഇങ്ങനെ നടക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ പ്രാരാബ്ധങ്ങളൊക്കെ കഴിയും. വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹാമൊരിടത്ത്. അപ്പം നമ്മുടെ കർമ്മപ്രാരാബ്ധമൊക്കെ ഒടുങ്ങുമ്പോൾ നമ്മുടെ ശരീരം വിട്ടുപോണു. അപ്പം എന്താ ഉണ്ടാവണേ? ആ ജീവൻ മുക്തനായിട്ട് കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കുതിച്ചിടുന്നു ജീവനും. അപ്പോഴേ നമ്മുടെ ആ ജീവൻ ഈശ്വരനിൽ ചെന്ന് ലയിക്കുന്നു. നാമം ജപിച്ച് സജ്ജനങ്ങളെ നമസ്കരിച്ച് ഈശ്വര കഥകൾ കേട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈശ്വരനിലേക്ക് ചെന്ന് പോണു. അങ്ങനെ ഇത്ര കാലം ഞാനിതൊന്നും ചെയ്തില്ലല്ലോ, എനിക്കിതൊന്നും പറ്റിയില്ലല്ലോ, നീ എൻ്റെ ജന്മം വെറുതെ പോയില്ലേ, ഇനിയെങ്കിലും നമുക്ക് ദുഃഖം തോന്നുന്നുണ്ടോ? സാരല്ല. ശക്തി വേറിട്ടു സഞ്ചരിച്ചിടുമ്പോൾ പാത്രമായില്ല എന്നതുകൊണ്ടേതും പരിതാപം മനസ്സിൽ മുഴുക്കേണ്ട. തിരുനാമത്തിൻ മാഹാത്മ്യം കേട്ടാലും ജാതി പാർക്കിയിലൊരന്ത്യജനാകിലും ഏത് നീചജാതിയിൽ ജനിച്ചവനായാലും വേദവാദി മഹീസുരനാകിലും ഏറ്റവും ഉന്നതമായിട്ട് ജാതിയിൽ ജനിച്ചാലും ദേവന് ഈശ്വരനായാല രാജാവായാലും ആരായാലും വേണ്ടില്ല. നാവു കൂടാതെ ജാതന്മാരാകിയ മുഖരെയങ്ങൊഴിച്ചുള്ള മനുഷ്യർ എണ്ണമറ്റാ തിരുനാമമുള്ളതിൽ ഒന്നുമാത്രമൊരിക്കലൊരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടി എന്നാകിലും ഏതു ദിക്കിലിരിക്കലും നമ്മുടെ നാവുകൊണ്ടതു ചൊല്ലിയെന്നാകിലോ. അതായത് ഈ പറഞ്ഞത് ഒരു നാമം ചൊല്ലിയാൽ രക്ഷപ്പെടും ചേർന്ന് ഞാൻ എത്ര നാമം ചൊല്ലിയെന്ന് ചോദിക്കണം. ആ ഒരു നാമം ഉള്ളിൽ തട്ടി ആ വിളിക്കുമ്പോൾ അപ്പോൾ കുട്ടികൾ അവിടെ നിന്ന് കളിക്കുമ്പോൾ നമ്മൾ വിളിക്കും മോനെ എവിടെ വാ, മോനെ എവിടെ വാ എന്ന് കുറേ വിളിക്കും. ചിലപ്പോൾ അവൻ വരില്ല. മോനെ ഇവിടെ വരാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കുമ്പോൾ അതങ്ങോട്ട് ശരിക്ക് ആ ഉള്ളിലേക്ക് ഇങ്ങോട്ട് എത്തും. അപ്പോഴാണ് അത് വരുള്ളൂ. അപ്പം അതുപോലെ ആ വിളി ഈശ്വരനിലേക്ക് എത്തണം. അത്രയും ഉറപ്പിച്ചിട്ട് ഇവിടെ വരാനാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിന്നെ വേഗം എത്തും. അതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ഒരൊറ്റ വിളി ഉണ്ടെങ്കിൽ ആ ഒരു വിളി മതി ഈശ്വര സാക്ഷാത്കാരത്തിന് എന്നുള്ളതാണ്. അതല്ലേ ആ ഭഗവാന്റെ മുമ്പില് ശേഷായുഷാദോഷയ എന്ന് പറഞ്ഞിട്ട് നമസ്കരിച്ച തിരുമേനിക്ക് ആകെ ആ നാമം ജപിക്കാനുള്ള നേരെ ഉണ്ടായുള്ളൂ. ഒരൊറ്റ വിളിയെ ഗുരുവായൂരപ്പാന്ന് വിളിച്ചിട്ട് ഒരൊറ്റ നമസ്കാരം, അതോട് കൂടിയിട്ട് സിദ്ധി കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ഒരു ഭാവം നമുക്ക് അങ്ങനെ നാമം ജപിക്കണം. അതുമല്ലൊരു നേരം ഒരു ദിനം കേൾക്കാൻ കൊതിച്ച് 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 നാരായണാന്ന് ആരെങ്കിലും ഭക്തിയോടുകൂടി ആസക്തിയോടുകൂടി വിളിക്കുമ്പോൾ അത് കേൾക്കാനെങ്കിലും സാധിച്ചാൽ മതി. അങ്ങനെ ഹൃദയത്തിൽ തട്ടി ഒരാൾ ഒരു വിളിക്കുമ്പോൾ അത് കേട്ടാൽ ആ നാരായണനാമം പിന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോവില്ല. ഒരു തവണയെങ്കിലും കേൾക്കാൻ സാധിക്കണം. ഒരു തവണയെങ്കിലും വിളിക്കാൻ സാധിച്ചാൽ പിന്നെ ആ നാമം നമ്മുടെ ഉള്ളിൽ നിന്ന് പോവില്ല. ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി
ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ ശ്രീധരാചാര്യൻ താനും പറഞ്ഞിതു. ബാദരായണൻ താനും അരുൾ ചെയ്തു. ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറയണു. അപ്പം നമ്മളെന്താ ചെയ്യണ്ടേ? ആമോദം പുണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ, ആനന്ദം പുണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. മതിയുണ്ടെങ്കിലൊക്കെ മതിയതു തിരുനാമത്തിൻ മഹാത്മ്യമാമിത് എന്നിട്ട് പറയണു. എന്തായാലും പിഴയാകിലും പിഴകേടാകിലും തിരുവുൾഗം അരുൾഗ. ഭഗവാൻ എങ്ങനെയായാലും ഭഗവാനെ അവിടുത്തെ അവനും സന്തോഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാമം ജപിച്ചാൽ ആ നാമം ഈശ്വരനിലെത്തും എന്ന് പറയണു. അല്പം നാമം ജപിക്കാൻ അറിയാം, സമയം ഒരുപാടായിന്ന് അറിയാം. പക്ഷെ ഭഗവാന്റെ കഥകൾ പറയുമ്പോൾ സമയം നോക്കി പറയാൻ പറ്റില്ല. എവിടെയായാലും സമയം നോക്കി പറയാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് അതും ഞാൻ പറയണു, പിഴയാകിലും പിഴകേടാകിലും എല്ലാവരുടെയും ഉള്ളിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. നാമം ജപിച്ചുകൊണ്ട് നമുക്ക് ഇതിവിടെ സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമ ശ്രീഹരേ നമഃ ഹരേ ഗുരുവായൂരപ്പ ശരണം ഹരേ ഗുരുവായൂരപ്പ ശരണം ജയ് ജയ് ശ്രീരാധേശ്യാം. ശ്രീരാധേ